ഹലോ. ഗുഡ് ഈവനിങ്. ഓക്കെ 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 ഓക്കെ. എല്ലാരും ഓക്കെ ആണല്ലോ അല്ലേ? ഹാപ്പി അല്ലേ? ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ AI അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടുള്ള ക്ലാസ്സിന്റെ അവസാനത്തെ ക്ലാസ് ആണെന്ന്. എല്ലാരും ഹാപ്പി ആണല്ലോ അല്ലേ? ഹാപ്പി ഉള്ളവരൊക്കെ ഒന്ന് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തു. എത്രയോളം ഹാപ്പി ആണെന്ന് അറിയട്ടെ. ഓക്കെ, ഷിനു, ഫാത്തിമ, ബക്കർ, ആബിദ വന്നിട്ടില്ലേ? ആബിദനെ കാണുന്നില്ലല്ലോ. ആബിദ ഷിഹാബ് വന്നിട്ടില്ലേ? അബിത ഷിഹാബാണ് നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ട് ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സഫ വന്നിട്ടില്ല. സഫ ആ, വന്നിട്ടില്ലേ? സഫ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് പറയൂ. കാണുന്നില്ല കാണുന്നില്ല. പിന്നെ ഷിഫ്ന, ഇവരൊക്കെയാണ് എനിക്ക് ഓർമ്മയുള്ള മുഖങ്ങളും പേരുകളൊക്കെ. ഓക്കെ, യെസ്. അപ്പം നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. കൂടുതൽ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാല് എങ്ങനെ കുട്ടികളുടെ അസസ്മെന്റ് നമുക്ക് എങ്ങനെയൊക്കെ നടത്താം എന്നൊരു സംവിധാനത്തെ കുറിച്ചാണ്. അസസ്മെന്റ് എങ്ങനെയൊക്കെ നടത്താം എന്നൊരു രീതിയെ കുറിച്ചാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊരു എന്റെ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഒരു സാധനം തരുന്നുണ്ട് ലാസ്റ്റ്. നമ്മളിന്ന് ഒരു ആ ലിസ്റ്റ് ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ലാസ്റ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റ് നിങ്ങൾക്ക് നൽകും. അപ്പൊ അതിനു മുമ്പായിട്ട് ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട സംഗതികളാണ് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം പിന്നെ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ഗൂഗിളിന്റെ ഒരുപാട് സാധനം പഠിച്ചു. ഇന്നലെ ഗൂഗിൾ ഫോം പഠിച്ചു. ഡാറ്റ കളക്ട് ചെയ്യാനും അസസ്മെന്റ് നമുക്ക് കൺസോൾഡേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു മെത്തേഡ് എന്ന നിലക്ക് നമുക്ക് ഇന്നലെ നമ്മൾ ഗൂഗിൾ ഫോം പഠിച്ചു. മുമ്പ് ഗൂഗിൾ ഡോക്സ് പഠിച്ചിട്ടുണ്ട്. ഗൂഗിളിന്റെ വേറെ സംഭവം ഗൂഗിൾ ആബിദ ഷിഹാബ് കൈ ഉയർത്തുന്നുണ്ട്. ഹായ് ആബിദ. ഓക്കെ, യെസ്. അപ്പം എന്താണ് ഇന്ന് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ലാസ്റ്റ് ഇനം എന്ന നിലക്ക് ഈസി ആയിട്ട് ഗൂഗിളിന്റെ തന്നെ മറ്റൊരു വേർഷൻ ആണ് ഗൂഗിൾ ഡോക്സ്. ഇതിന്റെ കൂടെ വേറൊരു സാധനം കൂടെ നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. കുറെ ടൂൾസും പഠിക്കുന്നു. ഗൂഗിൾ സംബന്ധമായിട്ടുള്ള പിന്നെ ടൂൾസ് തന്നെ പഠിക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ബെറ്റർ. എനിവേ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അതിന്റെ വലിയൊരു കടലാണ് ആക്ച്വലി ഗൂഗിൾ ഡോക്സ്. ആസ് എ ടീച്ചർ എന്ന നിലയ്ക്ക് നമുക്കിത് ഈസി ആയിട്ട് എന്തിനൊക്കെ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റും എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ടൂൾ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ ഡോക്സ് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഗൂഗിൾ ഡോക്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ വരാമോ? യെസ് 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 യെസ്. ഗൂഗിൾ ഷോറ്റ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ യെസ് യെസ് യെസ്. ഇനി ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ നോ 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 നോ. സ്പ്രെഡ്ഷീറ്റ് കേട്ടോ, ഗൂഗിൾ ഷീറ്റ് or സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ് ഒന്ന് ഒന്ന് ചാറ്റ് ബോക്സിൽ വന്ന് യെസ് 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 പറയൂ, അല്ലെങ്കിൽ നോ 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 പറയൂ. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. ഒരു മടിയും വിചാരിക്കണ്ട. എന്ന് എല്ലാരും അത് ബേസ് സെറ്റ് ഒന്ന് അറിഞ്ഞേ പോകത്തുണ്ടാവുള്ളൂ. ഓക്കെ 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 ഓക്കെ, യാ. ഓക്കെ, എന്തായാലും തീർച്ചയായിട്ടും അത് നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് ബേസിക് നമുക്ക് അന്ന് അറിഞ്ഞു പോകാം. ഓക്കെ, അപ്പം നമ്മളിന്ന് എന്താണെന്ന് പഠിക്കാൻ പോകുന്നത് ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് ആണ്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഒരു സ്പ്രെഡ്ഷീറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോവാന്നുള്ളത് ജസ്റ്റ് പറയാൻ പോണം. എന്താണ് ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്നുള്ളത് ജസ്റ്റ് പറയാൻ പോണത് ഇതാണ്. ഇതെങ്ങനെ ഓപ്പൺ ആക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ടൊന്നൊരു പറയാം. ഇതെങ്ങനെ നമുക്ക് ഓപ്പൺ ആക്കാം എന്നുള്ളത്. നമ്മൾ ഗൂഗിളിന്റെ അടുത്ത് പോകുന്നു. ഫസ്റ്റ് ഇത് നമ്മൾ ഗൂഗിളിൽ അടിച്ച് നമുക്ക് ഫസ്റ്റ് ഇത് സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണില്ലല്ലോ സർ. സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു സെക്കൻഡ്. ഇപ്പൊ കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നു. Yes, sir. ഓക്കെ ഓക്കെ. നമ്മള് ഗൂഗിൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നമ്മൾ ഫസ്റ്റ് സർഫേസ് നമ്മളോട് കാണുന്നു. ഓക്കെ, ഇതില് നമ്മുടെ തൊട്ടിപ്പുറത്ത് നമ്മൾ ഏതാണ് മെയിൽ ഐ ഡി എന്നൊക്കെ കാണും. നമ്മള് ബാക്കിയുള്ള കാണാം. നമ്മളെ മെയിൽ ഐ ഡി അടിക്കുമ്പോൾ ഓപ്പൺ ആവുക. അപ്പൊ ആ മെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മളിനി നമ്മളെ ഗൂഗിളിന്റെ ഇവിടെ ഗൂഗിൾ ആപ്സിന്റെ സംഭവമൊക്കെ നോക്കുന്നുണ്ട് നമ്മള്. അതില് എന്താണ് ഏതൊക്കെയാണ് ഗൂഗിൾ ഒരുപാട് സാധനം കാണുന്നുണ്ട്. നമ്മള് ഗൂഗിൾ ഇതിൽ നമ്മൾ ഏതൊക്കെ ഉപയോഗപ്പെടുത്തി ഡ്രൈവ് ഉണ്ട് ഓൾറെഡി. ജിമെയിൽ ഇവിടെ ഉള്ളതാണ്. യൂട്യൂബ്, ജെമിനി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. മീറ്റ് നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. ഫോട്ടോസ് ഒക്കെ നിങ്ങൾ ഫോണിൽ നിങ്ങൾ ഓൾറെഡി ഉപയോഗിക്കുന്നതായിരിക്കും. ഗൂഗിൾ ട്രാൻസ്ലേറ്റിലുണ്ട്. ഗൂഗിൾ ഷീറ്റ് ആണ്. ഇതാണ് നമ്മുടെ നേതൃത്വ താരം. ഓക്കെ, സ്ലൈഡ് ഉണ്ട്. ഡോക്സ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്താണ്. പിന്നെ ഗൂഗിൾ ഫോംസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. നോട്ട്ബുക്ക് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതില് നമുക്ക് ഇന്നത്തെ നമ്മുടെ താരം ആസ് എ ടീച്ചർ എന്ന നിലക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് എന്തായാലും ഉപയോഗിക്കാൻ ആവശ്യമായി വരുന്ന ഒരു സംഗതി ടൂളായിരിക്കും ഗൂഗിൾ ഷീറ്റ്. ഫോണിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫോണിൽ ഇനി സിസ്റ്റം കയ്യിലില്ലാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ തന്നെ സാധനം എന്താകണം,
ആപ്ലിക്കേഷനിൽ പോയിട്ട് ഗൂഗിൾ ഷീറ്റ് എന്ന് അടിക്കാം. ലാപ്പിലല്ലാത്തവരാണ് എങ്കിൽ ഫോണിലാണ് ക്ലാസ് കേൾക്കുന്നവർ എങ്കിൽ നിങ്ങൾ ഈ സമയം തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ഷീറ്റ് എന്ന് അടിക്കുക. ഓക്കെ, ഗൂഗിൾ ഷീറ്റ് എന്ന് ജസ്റ്റ് അടിച്ചാൽ മതി. ഇതെന്തായാലും നിങ്ങൾക്ക് ആ വെർഷൻ നിങ്ങൾക്ക് സിസ്റ്റത്തിലും നിങ്ങളുടെ ഫോണിലും ഉപയോഗിക്കാൻ പറ്റും. തൽക്കാലം നിങ്ങൾ എല്ലാവരും പിന്നെ ഗൂഗിൾ ഷീറ്റ് എന്നുള്ളത് ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക പെട്ടെന്ന്. ഓക്കെ, എന്തായാലും എന്താണ് ഗൂഗിൾ ഷീറ്റ്, എന്ത് പർപ്പസിനാണ് നമ്മൾ ആസ് എ ടീച്ചർ ഇത് ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ളത്? അത് പല 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 ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഈ ഗൂഗിൾ ഷീറ്റിലെ ഓരോ സാധനങ്ങൾ പിന്നെ എന്താണ് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വരെ ഇതിന്റെ സാധനം സെല് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുള്ളതാണ്. ഇത്രയും വലിയൊരു പിന്നെ സംഗതികൾ ഇതിൽ ഫയൽ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാവുന്ന വലിയൊരു സംഭവമാണ്. എന്തായാലും ഗൂഗിൾ ഷീറ്റിന്റെ ആസ് എ ടീച്ചർ എന്ന നിലയ്ക്ക് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള സാധനം ജസ്റ്റ് പരിചയപ്പെടാം. ഗൂഗിൾ ഷീറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഗൂഗിൾ ഷീറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്തിന്റെ ഒരു ഫേസ്, ഇതിന്റെ ഒരു ഇന്റർഫേസ് ഇങ്ങനെ സാധനം നമുക്ക് തുറന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ മുമ്പ് ഉപയോഗിച്ച മുമ്പ് ഉപയോഗിച്ച ഫയൽസ് ഒക്കെ ഇവിടെ അങ്ങനെ കാണാം. ഞാൻ എന്തിനൊക്കെ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ഫയൽസ്, ഞാൻ ഉപയോഗിച്ച ഫയൽസ് കാണാം. ഇതൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ ഇനി വേറെ ഫോണിലേക്ക് മാറിയാലും, വേറെ ഡിവൈസ് മാറിയാലും, വേറെ കമ്പ്യൂട്ടർ മാറിയാലും ഈ മെയിൽ ഐ ഡി നമുക്ക് ഉണ്ട് എങ്കിൽ ആ മെയിൽ ഐ ഡിയിലുള്ള എല്ലാ സംഗതികളും അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ വെക്കുന്നുണ്ടാവാം. ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് എടുക്കാൻ പോവാണ്. ഓക്കെ, ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് എടുത്ത ശേഷം ഞാൻ ഇപ്പം നമ്മളിപ്പോ നിങ്ങളൊക്കെ ഒരു ടീച്ചറാ കൂട്ടിക്കോളൂ. ഇപ്പൊ ഞാൻ എന്താണെന്നോ, നമുക്ക് എക്സാം കഴിഞ്ഞു നമ്മളെ സ്കൂളിലെ ഒരു ഫസ്റ്റ് ടൈം എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ മാർക്കൊക്കെ നമുക്ക് കൺസോൾഡേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഒരു ക്ലാസ് ടീച്ചറാണ് കൂട്ടിക്കോളൂ. അപ്പൊ നിങ്ങളെ ക്ലാസ്സിന്റെ ഒരു കൺസോൾട്ടേഷൻ, ഒരു പക്ഷെ നമുക്കൊക്കെ ഒരു പ്രോഗ്രസ് കാർഡും കാര്യങ്ങളൊക്കെ കിട്ടും. എന്നാൽ പോലും നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ കൺസോൾട്ട് ചെയ്യാം എന്നൊരു സാധനം. നിങ്ങൾ എന്താ ചെയ്യുക, ആദ്യം പോയിട്ട് നമ്മൾ ഒരു ഒരു ഇത് ഫുള്ള് ലൈനായിട്ടുണ്ടാവും. നമുക്ക് ഫുള്ളൊന്നും തിരിയുന്നില്ല ആക്ച്വലി. ഓക്കെ, എക്സലൊക്കെ ഉപയോഗിച്ചവരുണ്ടാവാന്ന് കരുതുന്നു. അതിന്റെ ഒരു ഗൂഗിൾ വെർഷനെ കണ്ടാൽ മതി. ഇതിൽ എങ്ങനെ വ്യത്യാസം വരുന്നു നോക്കിക്കോളൂ. നമ്മൾ ഇവിടെ പോകുന്നു. അത് ആദ്യം പോയിട്ടൊന്ന് ഈ കോളം മൊത്തം സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം ഈ മെർജ് സെല്ല് പോയി കഴിഞ്ഞാൽ ആ സെല്ല് മെർജായി, അഥവാ എല്ലാം ഒന്നായി. ഇനി നമ്മൾ ഇവിടെ പോയിട്ട് എന്താണ് നമ്മൾ കണ്ടന്റ് എഴുതി കൊടുക്കുന്നു. എന്താണ് നമ്മൾ കണ്ടന്റ്? സോറി, എക്സാം റിപ്പോർട്ട്. നമുക്ക് ഇതിൽ കുട്ടികളുടെ ഡാറ്റാസ് മൊത്തം അസസ്മെന്റ് ഫീഡ്ബാക്ക് ഇതിൽ കളക്ട് ചെയ്യണം. എക്സാം റിപ്പോർട്ട്. ഓക്കെ, ഫസ്റ്റ് ടൈം എക്സാമിന്റെ റിപ്പോർട്ടാണത്. ഓക്കെ, അപ്പൊ നമുക്ക് സെൻട്രലാണ് ഏകദേശം വരേണ്ടത്. നമുക്ക് സെൻട്രൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഫോൾഡറൊക്കെ ഒന്ന് ഉഷാറാക്കി പിന്നെ നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നു. ഇനി ആ കോളൊന്ന് എടുത്ത് കാട്ടണമെന്നുണ്ടെങ്കിൽ കൊടുത്ത് നമ്മൾ എന്താകുന്നു, ഫോൾഡർ ഒന്ന് ഉഷാറാക്കാം. ഫസ്റ്റ് ടൈം എക്സാം റിപ്പോർട്ടാണ് വേണ്ടത്. ഏതാണ് ക്ലാസ്? നമുക്ക് ഗ്രേഡ് 1 ആണ് കുട്ടിക്കോളൂ. അപ്പൊ ഇതും നമുക്ക് എന്താ ചെയ്യാം, ഒന്ന് ഇവിടെ മെർജ് സെല്ലിൽ പോയിട്ട് ഇതൊക്കെ 1 കോളായിരിക്കും. ഈ സെല്ല് മൊത്തം ഒന്നാക്കുന്നതിനാണ് മെർജ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഗ്രേഡ് എത്രയാണ്? പിന്നെ 2A കൂട്ടിക്കോളൂ. ഓക്കെ, ഇത് സെന്ററിലാക്കുന്ന നല്ലത്. സെന്ററിലാക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, സീരിയൽ നമ്പർ ആണ്. SL നമ്പർ. താഴെ നമ്മൾ സീരിയൽ നമ്പർ എടുക്കും. ഇത് നിങ്ങൾക്ക് ഇതിൽ ഫില്ല് ചെയ്യാൻ കേട്ടോ. ഇതിൽ നെയിം ഓഫ് സ്റ്റുഡന്റ് ആണ്. സ്റ്റുഡന്റ് കൊടുത്താലും മതി തൽക്കാലം. ഇത് നിങ്ങളെ പേര് എഴുതണം തൽക്കാലം കേട്ടോ. സ്റ്റുഡന്റ് എഴുതണം. പിന്നെ ആരാണ് നിങ്ങളുടെ ഇനി ഓരോ വിഷയങ്ങൾ കിട്ടിയ മാർക്കാണ് എഴുതാൻ പോകണം കേട്ടോ. മാർക്കിലാണ്. ഉദാഹരണത്തിന് ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, പിന്നെ സോഷ്യൽ. ഓക്കെ, പിന്നെ വേറെന്താണ്, ലാംഗ്വേജ്. തൽക്കാലം ഞാൻ എത്ര കൊടുക്കുന്നു? ഓക്കെ, ഇത്രയും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ഇവരെന്താണ് ഫില്ല് ചെയ്യാനുള്ളതാണ് ആക്ച്വലി. അപ്പൊ ഇതിന്റെ ഈ കോളം നമുക്കൊന്ന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കളർ ചെയ്യുന്നു. അതിന്റെ ഈ കളർ കാണുന്നത് കളർ പറഞ്ഞാൽ ആ കോളം കളർ ചെയ്യാനുള്ളത്. ഈ A കൊടുത്താൽ ലെറ്റർ കളർ ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റ് ആക്കാം. ഓക്കെ, യെസ് കൊടുത്തു നമ്മൾ. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ വേണ്ടതാണ്. ടോട്ടലിന് നമുക്കിവിടെ ഒരു കോളം കൊടുക്കാം. ഓക്കെ,
അപ്പൊ ഞാൻ ഇവിടെ എന്താക്കണം, താഴെ നമുക്ക് ഒന്ന്, നിങ്ങൾ ഫുള്ള് നമ്മൾ താഴെ 1, 2 ഫുള്ള് കൊടുക്കേണ്ട ആവശ്യമില്ല. 2, 3 തൽക്കാലം 1, 2, 3 കൊടുക്കുന്നു. നമ്മൾ ഇവിടെ 3 കൊടുത്ത ശേഷം ബാക്കി നമ്മൾ ഈ സെന്ററിൽ ഇങ്ങനെ ഇത് കാണിക്കണ്ടാവും. താഴെ നമ്മൾ വലിച്ചിട്ടാൽ ഓട്ടോമാറ്റിക്കലി നമ്പർ വരും. വന്നില്ലേ? 18 ആൾക്കാരുടെ കൂട്ടിക്കോളൂ. നിങ്ങൾ 18 ആൾക്കാരെ കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇത് ഇത്ര കോളം എന്തായാലും നമുക്ക് വേണ്ട. ഈ കോളം നമ്മൾ ചെറുതാക്കുന്നു. ഓക്കെ, സ്റ്റുഡന്റ് കോളം കുറച്ച് നിങ്ങളൊക്കെ പേര്, എല്ലാവരും പേര് ഇതിൽ എഴുതാൻ, ക്യാപിറ്റൽ എല്ലാവരും നിങ്ങൾ പേര് എഴുതട്ടോ. എല്ലാവരും പേരും എഴുതാം. ഓക്കെ, യെസ്. ഞാനിപ്പോൾ 1, 2, 3, 5 മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉദാഹരണത്തിന് ആബിദയുടെ പേര് എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ആബിദയുടെ പേര് കൊടുക്കുന്നുണ്ട്. ആബിദ. ഓക്കെ, ബാക്കിയുള്ള എല്ലാവരും നിങ്ങളുടെ പേര് എഴുതണം, ക്യാപിറ്റലിൽ എഴുതണം. നിങ്ങളെല്ലാവരും മാർക്ക് 50, 100ലാണ് മാർക്ക് ഇടേണ്ടത് കേട്ടോ. 100ലാണ് മാർക്ക് ഇടേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇവിടെ എന്താക്കുക, നിങ്ങളുടെ മാർക്ക് ഇവിടെ പോയിട്ട് എന്താക്കണം, ഇവിടെ മാർക്ക് ഇടാനുണ്ട്. ഓക്കെ, ആക്ച്വലി നിങ്ങൾ എല്ലാവരും പോയിട്ട് നിങ്ങളുടെ മാർക്ക് ഇടുക. ഓക്കെ, ഓക്കെ, ഞാൻ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ എന്താക്കണം, ഇവിടെ നിങ്ങളുടെ മാർക്ക് ഇവിടെ എന്താക്കണം, നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇത് ലിങ്ക് നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും ചെയ്തു. അപ്പൊ നിങ്ങൾ ക്ലാസ് ടീച്ചറാണ് കുട്ടികൾ. നിങ്ങൾ എന്താക്കണം, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പേരൊക്കെ ഇതിൽ ടൈപ്പ് ചെയ്ത് ഒറ്റ തവണ ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് പോകാവുന്നതാണ്. ഒറ്റ തവണ ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു തവണ ചെയ്താൽ പിന്നെ നിങ്ങൾ എന്താക്കണം, ഈ ലിങ്ക് ഇങ്ങനെ ചെയ്ത് വെച്ച ശേഷം ഷെയർ ബട്ടൺ കൊടുക്കുന്നു. ഇത് നമ്മൾ പേരെടുത്തില്ല. ഇത് നമ്മൾ എന്താണ് പേര് നമ്മൾ കൊടുക്കുന്നത്, എക്സാം റിപ്പോർട്ട്. എക്സാം റിപ്പോർട്ട് നമ്മൾ എക്സാം റിപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി തരാൻ പോകണം. അപ്പൊ ഞാൻ എനിവൺ വിത്ത് ലിങ്ക് കൊടുക്കുകയാണ്. എനിവൺ വിത്ത് ലിങ്ക് എഡിറ്റർ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഇപ്പൊ ഷെയർ ചെയ്ത് തരും. ഓക്കെ, യെസ്. അപ്പോൾ ലിങ്ക് ഇപ്പൊ നിങ്ങൾക്ക് എത്തും. അപ്പോൾ ഞാൻ എന്താക്കുന്നുണ്ട്, ഇത് പിന്നെ എക്സാം റിപ്പോർട്ടിൽ നമ്മൾ ഇതിന്റെ പേര്. ഓക്കെ, ഞാൻ ഈ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിലെല്ലാവരും എന്ത് ചെയ്യാം, ഇപ്പം കയറുന്നു, നിങ്ങളുടെ മാർക്കുകൾ എൻ്റർ ചെയ്യുന്നു, ഇവിടെ വരുന്ന കാണാൻ പറ്റും. ഓക്കെ, യെസ്. ലിങ്ക് ഇപ്പൊ ഷെയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതാ ഇതിലും ബാച്ച് 1ൽ വന്നിട്ടുണ്ട്, ബാച്ച് 2ലും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരുടെ പിന്നെ എന്താണ്, പിന്നെ ഇത് ഗ്രൂപ്പിലും 2 ഗ്രൂപ്പിൽ ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേരുകളുടെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. പേരിന്റെ അവിടെ അവർ ടൈപ്പ് ചെയ്യുക, ക്യാപിറ്റൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. ഒരു കാര്യം ചെയ്യാം, പിന്നെ എല്ലാവരും 2ൽ പോയി ചെയ്യല്ല കേട്ടോ. എല്ലാവരും 2ൽ പോയി ചെയ്യരുതേ. ഒരാള് പിന്നെ ആരൊക്കെയുള്ളതെന്ന് പേര് പറയൂ. ഒന്ന് ടൈപ്പ് ചെയ്യാം, ഗ്രൂപ്പിൽ പേര് ടൈപ്പ് ചെയ്യാം. ആരൊക്കെയുള്ളതെന്ന് ഗ്രൂപ്പിൽ ടൈപ്പ്. ഞാൻ ഓരോരുത്തർക്ക് നമ്പർ തരാം. ഓരോരുത്തർക്ക് നമ്പർ തരാം. ഞാൻ ഓരോരുത്തർക്ക് ആദ്യത്തെ ടൈപ്പ് ചെയ്തോ. ഇപ്പം എല്ലാവരും നിങ്ങളുടെ പേര് ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്യാൻ ഓരോരുത്തർക്ക് നമ്പർ തരാം. ആ നമ്പറിന്റെ അവിടെ പോയിട്ട് നിങ്ങൾ പിന്നെ സഫ നമ്പർ എന്താക്കിയാൽ മതി, 2ൽ പോയി ചെയ്തോളൂ. ഇതിലല്ല, നിങ്ങളുടെ വാട്സപ്പിൽ ചെയ്യും. വാട്സപ്പിൽ ഒന്ന് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യും, പിന്നെ ഞാൻ ഗ്രൂപ്പ് 2ൽ പോവാണ് ആദ്യം. ഞാൻ ഗ്രൂപ്പ് 2 പോയിട്ട് പിന്നെ നമ്പർ തരാം. സഫ നമ്പർ 2ൽ ചെയ്തോളൂ. ഷിഫ്ന നമ്പർ 3 പോയി ചെയ്തോളൂ. ഓക്കെ, സുൽഫിയ നമ്പർ 4 ചെയ്യൂ കേട്ടോ. സഫ നമ്പർ 2, ഷിഫ്ന നമ്പർ 3, സുൽഫിയ നമ്പർ 4. ഓക്കെ, ചെയ്യൂ കേട്ടോ. ഇനി അടുത്ത ബാച്ച് 1ൽ രഹില നമ്പർ 5 ചെയ്തോളൂ കേട്ടോ. രഹില. ബാക്കിയുള്ള ആൾക്ക് ഏത് ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്യും. ഓക്കെ, ജംഷിയ 6, സഫ 2, ഷിഫ്ന 3, സുൽഫിയ 4, ജംഷിയ 6,
പിന്നെ ജംഷിയക്ക് നമ്പർ കിട്ടിയോ? 6 അല്ലേ? ഷിൽന 7. ഇതില് 5 ഇവിടെ ആരോ പറഞ്ഞിരുന്നു. 5 ആർക്ക് പറഞ്ഞേ? രഹിലക്ക് അല്ലേ 5 പറഞ്ഞേ? ആണോ രഹില? ഒന്ന് പറയ്. 7. ഇനി അടുത്തത് ഫസ്നയ്ക്ക് 8. ഫസ്നയ്ക്ക് 8. ഓക്കെ. ഞാൻ നമ്പർ ഒന്ന് വായിക്കുന്നുണ്ട്, കറക്റ്റ് ആണെന്ന് പറയണേ. നമ്പർ 1 ആബിദ, നമ്പർ 2 സഫ, നമ്പർ 3 ഷിഫ്ന, നമ്പർ 4 സുൽഫിയ, നമ്പർ 5 ജംഷിയ, നമ്പർ 7 ഷിൽന. ഓക്കെ. അപ്പം ഇതില് ഇനി അപ്പുറത്തതില് ബാച്ച് 2-ല് ബാച്ച് 1-ല് റിഹില നമ്പർ 5, ഫസ്ന നമ്പർ 8. ഇത്ര പേരേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊന്നും ആബിദ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു, സഫ ടൈപ്പ് ചെയ്ത് കഴിയുന്നു, ഷിഫ്ന ടൈപ്പ് ചെയ്യുന്നു, സുൽഫിയ പേര് ടൈപ്പ്, 5-മത്തെ ആള് ടൈപ്പ് ചെയ്തില്ല. ഫാത്തിമ ബക്കറിന് 9 കേട്ടോ. ഫാത്തിമ ബക്കറിന് 9. പെട്ടെന്ന് ടൈപ്പ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ആബിദ കഴിഞ്ഞിട്ടില്ല. സഫയാണ് ഫുള്ളായി ടൈപ്പ്, സഫയും ഷിഫ്നയും ഫുൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്യാം, എല്ലാവരും വെയിറ്റ് ചെയ്യട്ടെ, പെട്ടെന്ന് ചെയ്തോളൂ. ഈ കഴിഞ്ഞവർ നോക്കുക, സ്ക്രീൻ കാണുന്നില്ല എല്ലാവർക്കും? ഓക്കെ, എല്ലാവർക്കും മാർക്ക് ഇങ്ങനെ കാണുന്നില്ല. ഒന്നൊക്കെ 6 പേർ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ ഇനിയും. ഓക്കെ, എന്താണ് ആബിദക്ക് മനസ്സിലായത്? ആബിദ എന്ത് കണ്ടു? ആബിദ എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ലേ? സഫ കണ്ടോ? സഫ ആരാണ്? നിലവിൽ ഇപ്പൊ 6 പേരെ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള ആൾക്കാരൊന്നും ചെയ്തിട്ടില്ല. ബാക്കിയുള്ള ആൾക്കാർ ചെയ്തിട്ടില്ല മീൻസ് പിന്നെ 5-മത്തെ ആളായിരുന്നു ലിഹില 6. 8 ഫസ്ന ചെയ്തിട്ടില്ലല്ലോ. ഫസ്ന ചെയ്തിട്ടില്ല, ഫാത്തിമ ബക്കർ ചെയ്തിട്ടില്ല. ഇനി അതിൽ അപ്പുറത്തുനിന്ന് 7-മത്തെ ആളാരാണ്? 7-മത്തെ ആള് ഷിൽന ചെയ്തിട്ടില്ല. പെട്ടെന്ന് ചെയ്യൂ. സോണ മരിയ. ഓക്കെ, യെസ് സാർ, ഞാൻ നമ്പർ തരാത്തോണ്ട് സോണ മരിയ. ഓക്കെ, സോണ മരിയ ഏതാണ്? പിന്നെ ഇതിലാണോ? എന്താണ് ബാച്ച് 1 ആണോ 2 ആണോ? സോണിയാണല്ലേ? സോണി മരിയ ഏതാണ്? ബാച്ച് 1 ആണോ 2 ആണോ? ബാച്ച് 1 ആണ്. ബാച്ച് 1 ആണ്. ഓക്കെ, ഞാൻ അതിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്പർ 10. ഓക്കെ, വേഗം ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഫസ്റ്റിനെ വരട്ടെ. ബാക്കി 10 പേരുണ്ട്. 10 പേരിൽ നമുക്കൊരു ചെറിയ പണി ചെയ്യാനുണ്ട്. എല്ലാരും പെട്ടെന്ന് ചെയ്തോളൂ. ആരാ താഴെ പോയിട്ട് ഇരിക്കുന്നത്? ഇങ്ങനെ ആരും ഉണ്ടല്ലോ. ഓക്കെ, ഫസ്റ്റിനെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരും പെട്ടെന്ന് വരട്ടെ. അപ്പൊ ഇതെന്താ സംഗതി, നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് സുൽഫിയ മനസ്സിലായത്? എന്താണ് സുൽഫിയ മനസ്സിലായത്? സുൽഫിയക്ക് എന്ത് മനസ്സിലായി? എന്താണ് സ്പ്രെഡ്ഷീറ്റ് മനസ്സിലായത്? സർ, മാർക്കുകൾ ഇടുമ്പോ ടോട്ടൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അത് മാത്രല്ല, പിന്നെ എന്താക്കേണ്ട ആവശ്യമില്ല. അപ്പം സുൽഫിയ ഒരു ക്ലാസ് ടീച്ചർ ആണ് എങ്കിൽ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെ മാർക്കും ആരെന്നെ ചെയ്യണമെന്നില്ല, സുൽഫിയ ചെയ്യണമെന്നില്ല. അതാത് സബ്ജക്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ പിന്നെ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് അതാത് ക്ലാസ് ടീച്ചർ ഓട്ടോമാറ്റിക്കലി ചെയ്താൽ മതി. ഓക്കെ,
അപ്പൊ അവർ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ക്ലാസ്സിലെ ടോപ്പ് ആരാണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ, സോണി മരിയ കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ഫസ്ന കഴിഞ്ഞിട്ടുണ്ട്. നമ്പർ 7 ആയിട്ടുള്ള ആള് ആരാണ്? ഷിൽനയ്ക്ക് എന്താ നെറ്റ്വർക്ക് ഇഷ്യൂ പറഞ്ഞിട്ട്. 9th ഫാത്തിമ ബക്കർ വന്നിട്ടില്ലല്ലോ. ഫാത്തിമ ബക്കർ വന്നിട്ടില്ല. ഓക്കെ, എനിവേ എന്തായാലും നമുക്ക് അപ്പം ഇതാണ്. ഇനി ഇതുപോലെ ഇതൊരു ഫോർമുലയാണ് ആക്ച്വലി. ഫോർമുല മീൻസ് ഈ ടോട്ടൽ ടോട്ടൽ കിട്ടുന്നത് ഓട്ടോമാറ്റിക്കലി വരുന്നതല്ല ആക്ച്വലി. ഞാൻ ഇവിടെ ഒരു ഫോർമുല കൊടുത്തതുകൊണ്ടാണ് ഈ ടോട്ടൽ എന്നുള്ള സംഗതി വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ്, ഞാനിവിടെ ഒരു ഇത് കൊടുത്തായിരുന്നു. ഈ ഒരു കോളം ഞാൻ കട്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ കൊടുത്ത ഫോർമുല ഇപ്പൊ കട്ട് ചെയ്യും. ഓക്കെ, ഞാൻ ഈ കോളം കളയാണ്, ഡിലീറ്റ് കോളം, ഇവിടെ വരുന്നില്ല. അപ്പൊ എന്താ ചെയ്ത് വെച്ചാൽ ഞാനിതാ ഇത്രയും നിങ്ങൾ ചെയ്ത മാർക്കുകൾ ഉണ്ടല്ലോ, നോക്കിക്കോട്ടോ. അത് നിങ്ങൾ എനിക്ക് ചെയ്ത് കാണിച്ചു തരട്ടാണെന്ന്. ഇതൊക്കെ നിങ്ങൾ ഇത് ചെയ്യേണ്ടതാണ്, നിങ്ങളെ ക്ലാസ്സിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്, ഒക്കെ ചെയ്യും. പ്രത്യേകിച്ചും CBSE സ്കൂളിലൊക്കെ ആകുമ്പോൾ അവസരം ഉണ്ടാവും. നിങ്ങൾ മന്ത്ലി സ്റ്റേറ്റ് സ്കൂളിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ മന്ത്ലി ടെസ്റ്റ് ഒക്കെ നടത്തുകയാണെങ്കിൽ ഓരോരുത്തരും ഒരു 20 മാർക്കിൽ എല്ലാ ടീച്ചേഴ്സിനും എക്സാം നടത്താൻ പറയും. അപ്പൊ ആ 20 മന്ത്ലി ഉള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതിൽ. ഓക്കെ, അപ്പൊ ഇതില് എന്താ ചെയ്യുന്ന വെച്ചാല് ഇതാണ് നമ്മൾ ഈ സെലക്ട് ചെയ്ത ഈ മാർക്ക് ഏതൊക്കെ കോളത്തിലാണ് മാർക്ക് ഉള്ളത് അത് മൊത്തം മാർക്ക് രേഖപ്പെടുത്തുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്ന നമ്മൾ കഴിഞ്ഞ ശേഷം ഇവിടെ മുകളിൽ ഒരു ഇങ്ങനെ സിമ്പിൾ കാണാൻ പറ്റും. ഓക്കെ, ഈ ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സം എന്നൊരു ഓപ്ഷൻ കിട്ടും. സം. ഓക്കെ, സം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ? അത് കാണാല്ലേ? മുകളിൽ കാണുന്നുണ്ടോ? ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കണ്ടേ, മുകളിൽ ചിഹ്നം കാണുന്നുണ്ടോ? ഓക്കെ, ആ ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ എന്ന് കാണാൻ പറ്റും. ഫംഗ്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നമുക്ക് എന്താണോ വേണ്ടത്, പിന്നെ അവിടെ ആവറേജ് വേണോ, പെർസെൻറ്റേജ് വേണോ, ടോപ്പ്, അങ്ങനെ എന്തോ ഒരുപാട് സംഭവമുണ്ട്. സം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും. ഓക്കെ, ഒറ്റ മിനിറ്റ്. ഓക്കെ, യെസ്, സം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും. ഓക്കെ, ഇത്തിരി നമുക്ക് ടോട്ടൽ കിട്ടും. അപ്പൊ ടോട്ടൽ കിട്ടി. അപ്പൊ ഞാൻ ഇവിടെ ഒരാളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളതൊന്നും വന്നിട്ടില്ല. അപ്പൊ ആ കോളത്തിലുള്ള മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ആ കോളം പിടിക്കുക, താഴെ ഒരു പ്ലസ് മാർക്ക് കാണാൻ പറ്റും. അത് ഇങ്ങനെ ആയി കൊടുത്താൽ എല്ലാ ടോട്ടലും വന്നു കഴിഞ്ഞു. മനസ്സിലായോ? എന്നൊരു കാണിച്ചുതരാം. ഒരാളെ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവരെ മാർക്ക് ടോട്ടൽ ആയിട്ടില്ല. അപ്പൊ നമ്മൾ ആയതൊന്നും എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഇങ്ങനെ വരും. അത് കൃത്യം താഴെ വെക്കുക. ആ താഴെ ഭാഗത്ത് നിൽക്കിയിട്ട് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കോളത്തിലെ മാർക്ക് വേണ്ടത് അതിന്റെ ടോട്ടൽ സമ്മ നമുക്കിവിടെ കിട്ടും. ക്ലിയർ അല്ലേ? ഫോണിൽ ഓപ്ഷൻ ഉണ്ടോ അങ്ങനെ ചെയ്യാൻ? ഫോണിൽ ഓപ്ഷൻ ഉണ്ടല്ലോ, ഞാൻ ഫോണിൽ കാണിച്ചു തരണോ? കാരണം ഞാൻ ഫോണിൽ ഡ്രാഗ് ചെയ്തപ്പോ അങ്ങനെ വന്നില്ല നമ്പേഴ്സ്. നമ്മൾ SL നമ്പേഴ്സ് ഫോണില് തൽക്കാലം എന്താകുന്നുണ്ട്, ഒന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. ഓക്കെ, ഫോണിൽ ഞാൻ ഒന്ന് ഗൂഗിൾ മീറ്റ് ഒന്ന് കയറിക്കോട്ടെ. നേരെ ഞാൻ ഒന്ന് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഫോണിൽ അത് ഉപയോഗിക്കുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. ചിലപ്പോ ഒരു എക്കോ സൗണ്ട് വരുന്നേക്കാട്ടോ, നേരെ ഒന്ന് കേൾക്കുക. എന്റെ സ്ക്രീൻ ഞാൻ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഞാനിത് കളയുന്നുണ്ട്. ഇത് ഈ സിസ്റ്റത്തിൽ ഉപയോഗിച്ച് എക്സ്പേർട്ട് ആയാലേ ഇത് സാധനം സെറ്റ് ആവുള്ളൂ. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഡിലീറ്റ് ചെയ്യാൻ കൊടുക്കുന്നു. അത് ഞാൻ കൊടുത്തു. അപ്പൊ ഞാൻ എന്താക്കുന്നു, ഇവിടെ ആബിദയുടെ മാർക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വന്ന ശേഷം ഞാൻ എന്താക്കിയിട്ടുണ്ട്, അത് സം ചെയ്യാനുണ്ട്. അപ്പം അതിനെ ചെയ്യേണ്ടത് എന്താ വെച്ചാല് ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷനിൽ പോയി നമുക്ക് എന്താക്കണം, സോറി ഒറ്റ മിനിറ്റ്, ഇവിടെ താഴെ ഉണ്ട് സം എന്ന ഓപ്ഷൻ കാണുന്നുണ്ട്. ഓക്കെ, താഴെ കാണുന്നത് സം ഓപ്ഷൻ നിങ്ങൾ കണ്ടോ? ഇവിടെ ഞാൻ കൊടുത്തപ്പോൾ ഇവിടെ എന്താകുന്നുണ്ട്, നമുക്ക് താഴെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതില് സിസ്റ്റത്തിൽ ഇതിലെങ്ങനെ വരുന്ന വെച്ചാല്
ഓക്കെ, താഴെ കണ്ട സം ഉണ്ട്, ആവറേജ് ഉണ്ട്, മാക്സിമം. ഞാൻ താഴെ കണ്ട നിങ്ങൾ താഴെ നോക്കൂ. യെസ് സർ ആ എഫക്ട്സിന്റെ സമ്മ് കൊടുത്താൽ സൈഡിലല്ലേ? സമ്മ് വന്നു. ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് അപ്പുറത്തെ കോളത്ത് പോയിട്ട് നമുക്ക് ഇതിന്റെ യെസ് ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് എന്തായി വന്നു. ഇനി വന്നതിന് എന്ത് ചെയ്യുന്നു? നിങ്ങൾ ആരും കളിക്കുന്നുണ്ട്? ആരാ കളിക്കുന്നുണ്ട്? കളിക്കല്ലേ. ഓക്കെ, ഞാൻ എന്താക്കുന്നു? ഷെയർ ചെയ്തു. അത് ഞാൻ എന്താക്കിയിട്ടുണ്ട്? എനിക്ക് ഒരാളത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരാളത് കിട്ടിയ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒറ്റ മിനിറ്റ്. നിങ്ങൾ ഇനിയിപ്പോ ഇതിലാവുന്നില്ല എങ്കിൽ, മിനിമൈസ് ചെയ്ത് വരുന്നില്ല എങ്കിൽ, നിങ്ങൾ ഈ കോളം മൊത്തം പിടിക്കുക, മൊത്തം സെലക്ട് ചെയ്യുക. സോറി, ഇതിൽ മൊത്തം ഡ്രാഗ് ചെയ്ത് കിട്ടുന്നില്ല. ഇൻഡിവിജ്വലി കിട്ടുന്നില്ല അത്. ഞാൻ ഈ സാധനങ്ങളൊക്കെ മെയിൻലി ഇതിലാണ് ചെയ്യാറുള്ളത്. എല്ലാ ഫങ്ഷൻസ് ഈസി ആയിട്ട് നമുക്ക് ഇതിൽ പക്ഷെ കിട്ടണമെന്നില്ല. ഇതിൽ നമുക്ക് എന്താണ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് മനസ്സിലായോ ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളത്? സിസ്റ്റത്തിൽ മനസ്സിലായില്ലേ? ഓക്കെ, ഈ ഒരു സാധനങ്ങളൊക്കെ പക്ഷെ നല്ലത് സിസ്റ്റം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ചിലതൊക്കെ നമുക്ക് എന്താണ് ഇതിൽ നമുക്ക് ഫിറ്റ് ആയിട്ട് വരില്ല. കാരണം ഡ്രാഗ് ചെയ്ത് പോവാന്നുള്ള സാധനം വളരെ അങ്ങോട്ട് ഫിറ്റ് ആയിട്ട് നമുക്ക് ഇതിൽ വരില്ല എന്നുള്ളതാണ്. എനിവേ നമുക്ക് നോക്കാം. നമുക്ക് ലാഗിങ് പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. എനിവേ പിന്നെ സം ചെയ്യുന്നത് മനസ്സിലായില്ലേ അതിലെ സിസ്റ്റത്തില്? ബാക്കി നമ്മള് പിന്നെ എന്താക്കേണ്ടി വരും? ആദ്യമേ ഇതില് സിസ്റ്റത്തിൽ പോയിട്ട് എല്ലാം സം ചെയ്ത് വെച്ചാൽ മതി. എല്ലാം സം ചെയ്ത് വെക്കേണ്ടത് എങ്ങനെയാ വെച്ചാല് ഞാൻ അതൊന്ന് കളയുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ കോളം ആക്ച്വലി കൊടുത്തിട്ടുള്ളത് ഒന്ന് കൊടുത്ത് ഞാൻ എന്താക്കിയിട്ടുണ്ട്? ഇവിടെ സം കൊടുത്തിട്ടുണ്ട്. സം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം യെസ്, അപ്പോൾ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ ഇത് ടാഗ് ചെയ്ത് പോയാൽ താഴെ നമുക്ക് വന്നു എന്നല്ല കേട്ടോ. ഓക്കെ, യെസ്. അപ്പം പിന്നെ തൽക്കാലം ഇതൊന്ന് ഡിലീറ്റ് ആക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക. അപ്പം ഇവിടെ ആരൊക്കെയോ കളിക്കുന്നുണ്ട്. ഈ കളികളൊക്കെ ഒന്ന് തൽക്കാലം ഒഴിവാക്കണേ. യെസ്, അപ്പൊ നമുക്കിത് എങ്ങനെയാ നല്ലൊരു ഫയൽ ആക്കിയിട്ടുണ്ടല്ലോ അല്ലെ? ഈ നമുക്ക് ആവശ്യമായ കളയുന്നു. ഇവിടെ ആരൊക്കെ കളിക്കുന്നുണ്ട്? ഇവിടെ ആരൊക്കെ താഴെ നെക്കി പിടിച്ചിരിക്കുന്നുണ്ടല്ലോ? ഓക്കെ, ഒന്ന് കളയണേ. ഇവിടൊക്കെ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ആരൊക്കെയോ താഴെ ഇവിടൊക്കെ നിങ്ങൾ നെക്കി പിടിച്ചിരിക്കുന്നുണ്ട്. ആർക്ക് വിടും കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ ഇത്തിരി സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്താക്കണം? ഇത് ടോട്ടലാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിന്റെ മാർക്കുകളൊക്കെ നിങ്ങൾ കൺസോളിഡേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഈ കോളം സെറ്റപ്പ് ആക്കണം. ഈ കോളം വേറെ തന്നെ കാണേണ്ടതാണ്. ടോട്ടലാണ്. ഓക്കെ, ഇതിന്റെ എഴുത്ത് നമുക്ക് വൈറ്റ് ആക്കുന്നു. ഇതിന്റെ കോളം നമുക്ക് വേറെ കോളത്തിലാക്കാം. ഓക്കെ, ആ കോളം അവിടെ കൊടുക്കാൻ നമ്മൾ ഈ മുകളിൽ പിടിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇത് നമുക്ക് കോളം പോലെ ആക്കണം. ഇത് നിങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുവരിക. സെലക്ട് ചെയ്ത് കൊണ്ട ശേഷം ഇവിടെ ഒരു കോളത്തിന് ചിഹ്നം കാണാൻ പറ്റും. ബോർഡർ കണ്ടോ? ബോർഡർ കാണുന്നുണ്ടോ? ഹലോ, എന്റെ വോയിസ് ഇത് നിങ്ങൾക്ക് കൊടുത്തില്ല. ഏതാണ് ബോർഡർ? ഈ ഫുൾ ബോർഡ് ഉണ്ട്, ഓൾ ബോർഡർ. നല്ല കോളമായി മാറി. ഓക്കെ, സാധനമായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും പോണ ഇത് പ്രിന്റ് ചെയ്യാൻ പോകണം. പ്രിന്റ് ചെയ്താൽ പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫയൽ എന്ത് ചെയ്യാം? അത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് കൊടുത്താൽ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ തൽക്കാലം PDF കൊടുത്താൽ PDF ആയി മാറും. ഇനി ഇവിടെ നിങ്ങൾക്ക് പ്രിന്റ് കൊടുത്താൽ നിങ്ങൾക്ക് എന്തായി മാറും? ഇത് PDF ആയി മാറും. കണ്ടില്ലേ? ഇതുപോലെ PDF ആയി കിട്ടുന്നു. ഇതേപോലെ PDF. അപ്പൊ നമുക്ക് ടീച്ചർ എന്ന നിലയ്ക്ക് നമ്മൾ കുട്ടികളുടെ പേരും ഈ വിഷയങ്ങളും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം അതായത് സബ്ജക്ട് ടീച്ചേഴ്സ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി കുട്ടികളുടെ മാർക്കുകൾ ഇതിൽ നമുക്ക് എൻ്റർ ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതില്. ഇതിന് വേറൊരു സാധനം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഇങ്ങനെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞു. ഇത് നമുക്ക് എന്താണ് ടോപ്പ് ലെവലിൽ എന്താണ് നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ നമുക്ക് എന്താണ് ടോപ്പിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളിത് മൊത്തം ഇങ്ങനെ പിടിക്കുന്നു. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ടാവും. ക്രിയേറ്റീവ് ഫിൽറ്റർ എന്ന് കൊടുത്താൽ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്താക്കിയാൽ മതി?
നിങ്ങൾ ഇത് കൊടുത്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് ഇത് മൊത്തം സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ക്രിയേറ്റ് ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ നമ്മൾ മുകളിൽ നിൽക്കുന്നു. നമുക്ക് ടോപ്പ് മാർക്ക് വരുന്ന ആൾ മുകളിൽ വരണം. അപ്പൊ നമ്മൾ മുകളിൽ പോവാം. തൽക്കാലം പറഞ്ഞൊരു ഒരു വഴി മുകളിൽ പോകുന്നു. മുകളിൽ പോയിട്ട് ആ മുകളിൽ കാണുന്ന ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും A to Z എന്ന് പറഞ്ഞാൽ നമ്പർ ഏറ്റവും പുറകിലുള്ള ആൾക്കാർ ഏറ്റവും മുകളിൽ വരും. ഓക്കെ, സോർട്ട് ചെയ്യാന്നാൽ ഏറ്റവും ടോപ്പുള്ള ആൾക്കാർ മുകളിൽ ഉണ്ടാവും. ആ രീതിയിലേക്ക് വരിക. നമുക്ക് സോർട്ട് കൊടുത്തു നോക്കാം. അപ്പൊ വരുന്ന പോലെ നോക്കിയോളൂ. ഇത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ഇതാണ് അതിന്റെ മാർക്കിംഗ് രീതി. ടോപ്പിൽ വരുന്ന ഒരു മെത്തേഡ് കണ്ടോ, 532 ഏറ്റവും ടോപ്പുള്ള ആള്. അപ്പൊ ഇവർ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ വന്നു, ഏറ്റവും മാർക്കുള്ള ആൾക്കാർ താഴെയും വന്നു. അപ്പൊ ഇവിടെ ആകെ താളം തെറ്റിയിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും ഈ ഒരു ഓർഡറിൽ എന്താണ് ഈ സാധനം നമുക്ക് ആരാണ് ടോപ്പിൽ എന്നുള്ള സാധനം മനസ്സിലാക്കാനൊക്കെ ഇത് ഉപകരിക്കും എന്നുള്ളതാണ്. ബാക്കി നമുക്ക് നമ്പറൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. എനിവേ ഇതാണ് ഇതിന്റെ ഒരു സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ഓരോരുത്തരും ആരാണ് ടോപ്പ് ആരാണ് പിന്നെ ക്ലാസ്. ഇനി നമുക്ക് വേറെ ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഈ സമ്മ് കൊടുത്ത ഒരുപാട് സാധനം ഉണ്ട്, ആവറേജ് കിട്ടും. ഓക്കെ, ഓരോരുത്തരും പിന്നെ ഓരോരുത്തർക്ക് എത്ര പെർസെന്റേജ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എന്താണ് ആവറേജ് കൊടുത്തു നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ അവിടെ അല്ല കൊടുക്കേണ്ടത്, ഇവിടെ കൊടുത്തു നോക്കാം. നമുക്ക് ഈ കോളത്തിൽ നമുക്ക് ആവറേജ് കൊടുത്തു നോക്കാം. ഇവിടെ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമ്മ് കൊടുത്ത് ആവറേജ് പെർസെന്റേജ് കേട്ടോ, നിങ്ങൾക്ക് എത്ര പെർസെന്റേജ് കിട്ടിയെന്ന് കാണിക്കുന്നതാണ്. ഓക്കെ, സോറി, അത് പെർസെന്റേജ് ആണ്, ആവറേജ് അല്ലത്. സോറി, ആവറേജ് ആണ്. ആവറേജ് എന്നാൽ വേറെയാണ്, പെർസെന്റേജ് ആണ് അത് കേട്ടോ. അപ്പൊ ഇതിനൊക്കെ ഒരു ഫോർമുലകൾ ഉണ്ട് ആക്ച്വലി. ആ ഫോർമുലകൾ നമ്മൾ കൃത്യമായി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും. അപ്പം അത് ആവശ്യാനുസരണം കൊടുത്താൽ മതി. ഇപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ പിന്നെ ഇത് കൊടുക്കുന്നു. നമുക്ക് ഇവിടെ നമുക്ക് പ്ലസ് പിന്നെ പെർസെന്റേജ് കൊടുത്താൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഉണ്ടല്ലേ, പ്ലസ് ഈക്വൽ ടു പെർസെന്റേജ് കൊടുക്കും. പെർസെന്റേജ് കൊടുത്തു നമുക്ക് അപ്പൊ ഇത് ഒന്നുകൂടി അഡ്വാൻസ് ആയ സാധനങ്ങളാണ്, ഞാൻ തൽക്കാലത്തേക്ക് പോകുന്നില്ല. ഓക്കെ, തൽക്കാലം നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ഇത് ഇത്ര ആവശ്യമില്ല ആക്ച്വലി നമുക്ക്. ഞാനിപ്പം എന്താന്നില്ല ഇത് പറയാനല്ല ഉദ്ദേശിച്ചത്, ഇത് ആക്ച്വലി ഉദ്ദേശിച്ചതല്ല. ഈ ടോട്ടൽ മാർക്ക് എങ്ങനെ കൺസോൾട്ട് ചെയ്യാം എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. തൽക്കാലം നിങ്ങൾ മാർക്കുകളൊക്കെ എൻ്റർ ചെയ്യുന്നു, ടോട്ടൽ കിട്ടുന്നു, പെർസെന്റേജ്, റാങ്ക്, കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സാധനം കിടക്കുന്നുണ്ട്. ഗ്രേഡ് കൊടുക്കാം, അതൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട്. തൽക്കാലം ഇതാണ് ബേസ്. ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് പറയുന്ന സാധനം. ബാക്കിയൊക്കെ ഒരു ഫോർമുലകളാണ്. പ്ലസ് കൊടുത്തിട്ടുള്ള ഒരു ഫോർമുലകൾ ഒരുപാടുണ്ട്. ആ ഫോർമുലകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും. അപ്പൊ ആ ഫോർമുലകളൊക്കെ നിങ്ങൾ ഇനി ഭാവിയിൽ പരിശീലിച്ച് നോക്കേണ്ടതാണ്. തൽക്കാലം ഇത് പിടിച്ചോളൂ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് നിങ്ങൾ ആക്ച്വലി ചെയ്ത് തരേണ്ടതെന്ന്. ഓക്കെ, ഈ ഒരു സാധനം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തരണം എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്. എനിവേ ഈ ഒരു രീതി നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു ക്ലാസിന്റെ റിപ്പോർട്ട് തയ്യാറാക്കണം. ഓക്കെ, ഞാൻ ഈ ലിങ്ക് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ ചെയ്യേണ്ടത് ഞാനൊരു കാണിച്ചു തരേണ്ട ആവശ്യമുണ്ടോ? വേണ്ടല്ലോ, ആവശ്യമില്ല. ഇനി ഇത് 2A ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ 2A എന്നുള്ള സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാം, റീനെയിം കൊടുക്കാം. 2A എന്ന് കൊടുത്തു താഴെ കണ്ട, താഴെ ഷീറ്റിൽ നിന്നുണ്ടാവും, അവിടെ പോയിട്ട് 2A എന്ന് കൊടുത്താൽ 2Aയുടേതാണ്. ഇതേപോലെ നമ്മൾ എന്താക്കുന്നുണ്ട്, നിങ്ങൾ വേറൊരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വേറൊരു ക്ലാസ്സിന്റെ റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്താൽ മതി, കോപ്പി, ഈ സാധനം മേക്ക് കോപ്പി കൊടുക്കും. വേറെ പറയണ എടാ എനിക്കത് വേണം, ഇതേ സാധനം വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനം മേക്ക് കോപ്പി എന്ന് പറഞ്ഞാൽ വേറെ കോപ്പി ആയി മാറും. അത് അവർക്ക് ഷെയർ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ക്ലാസ്സിന്റെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യുന്നു, ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ ഇതേപോലെ സാധനം വേറെ ഉണ്ടാക്കിത്തരും. കോപ്പി ഓഫ് 2A. നമുക്ക് 3A അവിടെ വേണ്ടതെങ്കിൽ 3A നമുക്ക് എന്താക്കാം, ഇവിടെ അറേഞ്ച് ചെയ്യാം. അങ്ങനെ പല ക്ലാസ്സിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഇതിന്റെ പേര് മാറ്റാം, 3A എന്ന് കൊടുക്കാം. ഓക്കെ, 3Aയിലുള്ള കുട്ടികളുടെ പേരുകൾ ഇവിടെ മാറ്റുന്നു, അവർക്കുള്ള വിഷയങ്ങൾ ഇവിടെ കിട്ടുന്നു. ഈ 2A 2Bയോ 2ന്റെ മുഴുവൻ നമുക്ക് ഇവിടെ ഒരു സെറ്റാക്കി ഇങ്ങനെ ഇനി ഓരോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചാൽ വേറെ വരും. നമുക്ക് എന്താക്കത് 2B ആയിക്കോട്ടെ, 2B ആക്കാം. നമുക്കിത് 2B ആയിക്കോട്ടെ. 2 എല്ലാ ഗ്രേഡ് 2ന്റെ സാധനവും നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്. കുട്ടിക്കോളൂ, നിങ്ങൾക്ക് ഹോം ഗ്രൗണ്ട് ടീച്ചറൊക്കെ ആണെങ്കിൽ 2A 2B 2ന്റെ എല്ലാ സാധനങ്ങളും എടുത്തുണ്ടാവാം.
അപ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം 2C മൊത്തം ഇവിടെ ഉണ്ട് നമുക്ക്. ഓക്കെ, ഓരോ ഫോം വരുമ്പോഴും ഇതിൽ മൊത്തം 2A ഉണ്ട്, 2B ഉണ്ട്, 2C ഉണ്ട്, ഇതൊക്കെ വ്യത്യസ്തമാട്ടോ. അത് പേരൊക്കെ മാറ്റി കൊടുത്ത് ഇങ്ങനെ ഓരോ ക്ലാസ്സിനും നമുക്ക് അറേഞ്ച് ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങൾ അതൊന്ന് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ തുറന്ന് ഓരോ താഴെ കാണുന്ന ഷീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നോക്കി എത്ര നിങ്ങൾക്ക് സാധനം കാണാൻ പറ്റും. എന്താവുന്നത് ഇത് കാണുന്ന ഇത് പിന്നെ ഒരുപാട് ഷീറ്റ്സുകൾ, ഉള്ളിൽ ഒരുപാട് ഷീറ്റ്സ് ഉണ്ട്, അത് കാണാൻ പറ്റും. ഓക്കെ, അത് പോട്ടെ, അതൊന്നല്ല ഇങ്ങനെ വിഷയം. അപ്പൊ ഇങ്ങനെയാണ് ഒരു മാർക്ക് നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യലും ടോട്ടൽ എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കണ ഒരു സംഗതി ഇതാണെന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രിന്റ് ചെയ്ത് നമുക്ക് ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം എന്ന സാധനങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഇനി അതില് എന്താണ് പിന്നെ ഓക്കെ, അപ്പം ഇനി ഈ ഒരു സാധനത്തില് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം ഗിഫ്റ്റ് ആയി തരാമെന്ന് പറഞ്ഞല്ലോ. ആ സംഗതി ഇതാണ്. ഇതിലൊരുപാട് നിങ്ങൾക്ക് പ്രോംപ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഒരു പ്രോംപ്റ്റ് ബുക്കാണ്. ഇതിൽ എല്ലാ സംഗതികളും ഇഷ്ടമാകും പോലെ നല്ല പ്രോംപ്റ്റ് എന്താണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഏത് പ്രോംപ്റ്റ് എടുത്താലും കിട്ടുമെന്ന സാധനത്തിന്റെ ഒരു സാധനങ്ങളാണ് ഇതിൽ. അപ്പൊ ഞാൻ എന്താക്കിയിട്ടുണ്ട് വെച്ചാല്, ഇനി നമുക്ക് എന്താണ് നിങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു സംഗതി തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ഇതേപോലെ നമ്മൾ ഫയൽ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഫയലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കണം, ഒരു ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യണം. ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന മീൻസ് എന്താന്ന് വെച്ചാല് എന്താണ്, നമുക്ക് ജെമിനിക്ക് പോയി നോക്കാം. ഓക്കെ, ഒന്ന് ജെമിനിക്ക് പോയി നോക്കാം. നമുക്ക് ജെമിനിക്ക് പോയി നോക്കാം. ഗൂഗിൾ അടിക്കുന്നു. ഗൂഗിൾ അടിച്ച് ഞാൻ എന്താക്കുന്നു, ഇനി ജെമിനിയിലേക്ക് പോവാട്ടോ. ജെമിനിയിലേക്ക് പോവാണ്. ഓക്കെ, ഞാൻ ജെമിനിയിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ മാർക്കൊക്കെ തയ്യാറാക്കി. ഞാൻ മാർക്ക് നമ്മളെ ക്ലാസ് റൂമിലൊക്കെ വരുമ്പോഴേ അല്ലെങ്കിൽ പാരന്റ്സ് നല്ല നീറ്റ് ആൻഡ് ക്ലീനിൽ അയക്കണം. ആ സാധനം അസസ്മെന്റ് ലിസ്റ്റ് നമുക്ക് എന്താക്കണം, നീറ്റ് ആൻഡ് ക്ലീൻ അയക്കണം. അപ്പൊ അതിന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ആക്ച്വലി. അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല് ഇതാണ് സംഗതി. എന്താണ്, ഇതൊരു ഡാറ്റ കൂട്ടിക്കോളും. ഇതൊരു ഡാറ്റയാണ് കൂട്ടിക്കോളും. ഓക്കെ, ഇത് ഞാൻ വെറുതെ ഒരു ഫ്രീ ആയിട്ട് ചെയ്ത് വെച്ച ഒരു ക്ലാസ്സിലെ കുട്ടിയുടെ സി മാർക്കും മറ്റെല്ലാ മാർക്കും ഉൾപ്പെടുന്ന ഒരു ഡാറ്റയാണത്. ഓക്കെ, ഈ ഡാറ്റ ഞാൻ എന്താക്കിയിട്ടുണ്ട്. ഇനി ഈ ഡാറ്റ വെച്ച് ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിന്റെ ലിങ്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാൻ പറ്റും. മാർക്ക് ലിസ്റ്റ്, പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ അതിനെക്കാട്ടി ഭംഗിയായിട്ടുള്ള മെത്തേഡ് കാണിച്ചു പോവാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഗൂഗിൾ ജെമിനി പോകുന്നു. ജെമിനി പോയിട്ട് നിങ്ങൾ എന്താക്കുക, നേരെ ജെമിനി പോരുത്. ഇവിടെ ഒരുപാട് ടൂൾസുകളുണ്ട്. ഈ ടൂൾസുകൾ ആദ്യം മനസ്സിലാക്കണം. ഡീപ് സെർച്ച്, ക്രിയേറ്റ് ഇമേജ്, ക്യാൻവാസ് എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. ഇതിൽ ക്യാൻവാസ് എന്നുള്ള സാധനം നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതിന്റെ ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വെബ്സൈറ്റ് പോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരുപാട് സംഗതികൾ ക്രിയേറ്റ് ചെയ്ത് ഗെയിംസും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഷെയറബിൾ ആയിട്ടുള്ള സാധനമായിട്ട് ക്യാൻവാസ്. ക്യാൻവാസിൽ തന്നെ പ്രത്യേകം ക്ലിക്ക് ചെയ്യുക. നേരെ ഗൂഗിൾ ജെമിനി പോരുത്, ക്യാൻവാസ് പോകുന്നു. നമ്മൾ നേരെ എന്ത് ചെയ്യും, നമ്മള് ഈ സംഗതി മാർക്ക് ലിസ്റ്റ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, മാർക്ക് ലിസ്റ്റ് നമ്മൾ പേസ്റ്റ്, ആ മാർക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കണം, നമ്മൾ ഒരു ലോങ് ആയിട്ടുള്ള സംഗതി ഉണ്ട്. ഇതെന്താ ഔട്ട്പുട്ട് എന്ന് വെച്ച് നോക്കിക്കോളൂ നിങ്ങൾ. ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത് വെച്ച് നോക്കിക്കോ. നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് ക്ലാസ് റൂമിലൊക്കെ സാധാരണ പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ നമ്മളെ ഓൾമോസ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് ഒരു പാനൽ ബോർഡോ അല്ലെങ്കിൽ സ്ക്രീൻ കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വെറുതെ ക്ലാസിന്റെ ഒരു വിവരങ്ങള് എന്താണ് ക്ലാസിന്റെ ഡീറ്റെയിൽസ്, മൊത്തത്തിൽ എക്സാം കഴിഞ്ഞു മൊത്തത്തിൽ കുട്ടികളുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ഒറ്റ ഒരു സാധനത്തിൽ നിങ്ങൾക്ക് അത് വിസിബിൾ ചെയ്ത് ഷോ ചെയ്ത് കാണിക്കാൻ പറ്റും. അപ്പൊ നല്ല രസകരമായിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ട് നമുക്കത് എങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ഞാൻ ക്യാൻവാസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനത് ജസ്റ്റ് ഗൂഗിൾ ജെമിനിയിൽ പോയിട്ട് ഈ ലിങ്കും കൊടുത്തു, ഈ ഒരു എന്താണ് ഈ ഒരു പ്രോംപ്റ്റും കൊടുത്തു. നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്താണ് ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, ഔട്ട്പുട്ട് വരും നോക്കിക്കോളൂ. യെസ്, മാർക്കൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു സംഗതി വന്നു കഴിഞ്ഞിട്ടുണ്ട്. യെസ് യെസ്,
അത് കോഡിംഗ് ആണ്. അത് നിങ്ങൾ കണ്ട് പേടിക്കണം കേട്ടോ. ഈ വിഷ്വലായി പണ്ട് കുട്ടികളുടെ മാർക്കും കാര്യങ്ങളൊക്കെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് അത് ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അസസ്മെന്റ് ചെയ്ത് കുട്ടികളുടെ മാർക്കും കാര്യങ്ങളൊക്കെ അസസ്മെന്റ് ചെയ്തിട്ട് നല്ലൊരു എന്താണ് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പം അത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ലോഡായി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഇത് ഉടൻ എത്തും. ഓക്കെ, ഇതെന്താണ് അതിന്റെ ഔട്ട്പുട്ട്? പാരന്റ്സ് മീറ്റിംഗ്, അല്ലെങ്കിൽ നമ്മൾ പാരന്റ്സ് മീറ്റിംഗ് എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഓപ്പൺ ഹൗസ് എന്നാണ് പൊതുവെ സ്കൂളുകളൊക്കെ അതിന് ഉപയോഗിക്കുന്ന ഒരു ടൈം. അപ്പൊ എന്തായാലും അതിൽ എല്ലാ ക്ലാസ്സിലും ഇതില്ലാത്ത സ്കൂളുകൾ പൊതുവെ കുറവായിരിക്കും. എല്ലാ ക്ലാസ്സിലും നമുക്ക് സ്ക്രീൻ ബോർഡ് അല്ലെങ്കിൽ അത് ഷോ ചെയ്ത് കാണിക്കാനൊക്കെ, കുട്ടികളുടെ മൊത്തത്തിലുള്ള മാർക്കും കാണിക്കാനൊക്കെ നമുക്ക് ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഞാനിത് ഡാഷ്ബോർഡ് വന്നിട്ടുണ്ട്, ഞാൻ ഓപ്പൺ ചെയ്യാണ്. Try again with ഓക്കെ, സമയം എടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്തപ്പോൾ പെട്ടെന്ന് കിട്ടിയായിരുന്നു. ചിലപ്പോൾ ഇങ്ങനെ കാണിക്കും, ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും, ചിലപ്പോൾ കുറച്ച് ലാഗ് ആവും. എന്തായാലും നമുക്ക് നോക്കാം. സംഗതി അല്ലേ, ചിലപ്പോൾ ഒരിക്കലും മടി ഉണ്ടാവും. ഇനി ഇത് ആവുന്നില്ല എങ്കിൽ ഞാൻ ചെയ്തു വെച്ച സംഗതി ഉണ്ട്. ഞാൻ ഇത് എന്താണ് ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവാന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്നാ പറഞ്ഞു തരുന്നത്. വെയിറ്റ് ചെയ്ത് നോക്കാം. ഇല്ല എങ്കിൽ ഞാൻ നേരത്തെ മുമ്പ് ചെയ്തു വെച്ച ഒരു പിന്നെ ഇത് ജസ്റ്റ് കാണിച്ചു തരാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, നോക്കാം. ഓക്കെ, ഇതിന്റെ ഇതാണ്. ഓക്കെ, എന്തായാലും വന്ന് കാണുന്നില്ല. എന്തായാലും ഞാൻ മുമ്പ് ചെയ്ത് വെച്ച സംഗതി ഉണ്ട്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ മുമ്പ് ചെയ്ത് വെച്ചൊരു മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത് ഞാൻ ഇങ്ങനെ മാർക്ക് ലിസ്റ്റ് കൊടുത്തിരുന്നു. ഈ മാർക്ക് ലിസ്റ്റ് കൊടുത്തപ്പോൾ വന്ന് ഒരു ഡാഷ്ബോർഡ് ആണ്. ഓക്കെ, ഇതാണ് ഡാഷ്ബോർഡ്. ഇതെങ്ങനെയാ വർക്ക്ഔട്ട് ആണെന്നുള്ളത് നിങ്ങളുടെ പിന്നെ ഇതിൽ ഞാൻ എന്താക്കുന്നുണ്ട്. ഇത് നമ്മൾ എങ്ങനെ ഇത് ക്ലാസ് ഷോ ചെയ്യേണ്ടെന്നോ ഇത് കാണിക്കാനുള്ള മെത്തേഡ് ഷെയർ അടിക്കുന്നു. നമ്മൾ ഷെയർ അടിച്ചു കഴിഞ്ഞാൽ ലിങ്ക് കോപ്പി കാണാൻ പറ്റും. ലിങ്ക് കോപ്പി. ഓക്കെ, നമ്മളത് പോയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ നേരെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് ഷോ ചെയ്യുന്നത് നോക്കിക്കോളൂ. നേരെ മിനി ഓപ്പൺ ആവും നമ്മുടെ. അപ്പൊ ഈ ഒരു ഡാഷ്ബോർഡ് കാണുന്ന ഒരു സംവിധാനം എങ്ങനെ നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, കണ്ടില്ലേ, ഇതാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ വേറെ പ്രോംപ്റ്റ് കൊടുത്തത്. അപ്പോൾ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്, ക്ലാസ്സിൽ മൊത്തം എത്ര ആവറേജ് 80% കിട്ടിയിട്ടുണ്ട്, ക്ലാസ്സിൽ ഏറ്റവും ടോപ്പ് ഹയസ്റ്റ് സ്കോർ എന്താണ്, ക്ലാസ്സിന് മൊത്തം ഒരു അവലോകനം, ഒരു അസസ്മെന്റ് മൊത്തം നടത്തിയിട്ട് തരികയാണ് അവര്. ഓക്കെ, ഹയസ്റ്റ് സ്കോർ എന്താണ്, ലോവസ്റ്റ് സ്കോർ എത്ര വരെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ നോക്കിയോ എന്തൊക്കെയാണ് സംഗതികൾ നോക്കിയോ. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് പോലെ ഓരോ ഏത് വിഷയത്തിലാണ് കൂടുതൽ ടോപ്പ് കുട്ടികൾ വരുന്നത്, ഇതൊക്കെ സ്ട്രഗിൾ വരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഇതിൽ ഏറ്റവും ടോപ്പ് ഏതാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് വന്നത് പിന്നെ SS ആണ് ടോപ്പിൽ കാണുന്നത്, SL ടോപ്പിൽ കാണുന്നുണ്ട്, ഇംഗ്ലീഷ് കാണുന്നുണ്ട് അല്ലെ. ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു ഇതാ മാത്രം കേട്ടോ. കണ്ടോ എത്രയാണ്, SL 90.6 ആണ്, സയൻസിന് 84 പോയിന്റ് ആണ്, ദെൻ SS-ന് 89 ആണ്, 77 ആണ്, മാത്സിന് 83 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഏതാണ് 90 സംതിങ് ആണ് ഉള്ള. SL-ലാണ് ഏറ്റവും കൂടുതൽ സബ്ജക്ട് വൈസ് സ്ട്രെങ്ത്, ഏറ്റവും കൂടുതൽ കുട്ടികൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അസസ്മെന്റ് നമുക്ക് നടത്താൻ പറ്റണമെങ്കിൽ ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ ക്ലാസിന്റെ അസസ്മെന്റ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് സംഗതി കിട്ടും. ഏറ്റവും പിന്നെ ടോപ്പ് പെർഫോമൻസ് ഉള്ള ക്ലാസ്സിലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആരാണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അവർ തരുന്നു. ഓക്കെ, പിന്നെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള നമുക്ക് പിന്നെ അവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട എക്സ്ട്രാ പിന്നെ സപ്പോർട്ട് കൊടുക്കേണ്ട കുട്ടികൾ ആരൊക്കെയെന്നുള്ള ലിസ്റ്റ് നമുക്ക് തരുന്നുണ്ട്. ഏറ്റവും പിറകിലെ ലാസ്റ്റ് വന്ന കുട്ടികൾ ആരൊക്കെയെന്നുള്ളത്. അപ്പം അവരെ പിന്നെ ശരിക്കും നമുക്ക് അവരെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം, നമ്മുടെ പ്രോംപ്റ്റിൽ റിമൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതൊരു ഓവർവ്യൂ പെർഫോമൻസ് ആണ് ക്ലാസിന്റെ, നിങ്ങളുടെ ക്ലാസിന്റെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് ഓവർവ്യൂ ആണ് അവസാനം കൊടുത്തിട്ടുള്ളത്. അപ്പൊ പിന്നെ ഇനി സ്റ്റുഡന്റ് റെക്കോർഡ് സംഭവമുണ്ട്. ഓരോ കുട്ടികളുടെ സ്റ്റുഡൻസ് റെക്കോർഡ് ആയിട്ടുള്ള ഇത് ശരിക്കും അവരുടെ പിന്നെ എന്താണ് ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്ന് വന്നിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് ലെവൽ ഇങ്ങനെ വന്നിട്ട് ഏറ്റവും താഴെയുള്ള കുട്ടികൾ താഴെ വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ ഗ്രേഡ് ഒക്കെ കൊടുക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. A+ ഉള്ള കുട്ടികൾക്ക് ഗ്രീന്, A ലെവലിലുള്ള കുട്ടികൾക്ക് ബ്ലൂ, നമുക്ക് അറേഞ്ച് ചെയ്തു. അതൊക്കെ ഞാൻ കളർ എന്ത് വേണമെന്ന് കൊടുത്തിട്ടില്ല, അത് ഗ്രേഡ് കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഗ്രേഡ് കൊടുത്തതാണ്. ഓക്കെ, ഓരോന്നിൽ എത്ര മാർക്ക് വർക്ക് ഉണ്ടെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇത് കാണിക്കുന്നുണ്ട്.
അപ്പം നമുക്ക് ഇനി ഓരോ കുട്ടികളെ ലെവൽ മാത്രമേ കാണേണ്ടതുള്ളൂ എങ്കിൽ സ്പെഷ്യലൈസ് ചെയ്ത് പെട്ടെന്ന് കാണുന്നില്ല. കുറേ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 50 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒറ്റ ഇതിൽ കാണില്ല. അപ്പൊ നമുക്ക് എന്തായാലും അടിച്ചെടുത്താൽ മതി. ഉദാഹരണത്തിന് അഫ്ന എന്നൊക്കെ അടിച്ചു കൊടുക്കുന്നു. ഓക്കെ, അഫ്ന എന്നുള്ള കുട്ടികളുണ്ട്. ഓക്കെ, ഞാൻ അഫ്നയുടെ പേര് അടിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇതിന് വന്നു എന്ന പേരിലുള്ള ആൾക്കാർ വരുന്നു. അപ്പൊ അഫ്നയാണ് ഇതിൽ. ഓക്കെ, അപ്പൊ അഫ്നയുടെ വിവരം നമുക്ക് മാത്രമായിട്ട് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോരുത്തരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു മൊത്തത്തിലുള്ള ഡാഷ്ബോർഡ്. ഇപ്പൊ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പാരന്റ്സ് ഒക്കെ അല്ലെങ്കിൽ വരുന്നു ഓപ്പൺ ഹൗസ് ഒക്കെ വരുമ്പോഴേ സമയത്ത് നിങ്ങൾ ക്ലാസ്സിന്റെ മൊത്തത്തിലുള്ള ഓവർവ്യൂ കാണിക്കണം എന്ന് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ ഈ ഒറ്റ സാധനം മതി. ഇത് നിങ്ങൾക്ക് വെച്ച് നിൽക്കുമ്പോൾ പറ്റും, നിങ്ങൾക്ക് ഇത് കാച്ചാൻ പറ്റും. ഓക്കെ, ഞാൻ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം ഇതിന്റെ ഒരു ലിങ്ക്, ജസ്റ്റ് ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടും എന്നുള്ളത്. ഇനി ഈ സാധനം നിങ്ങൾക്ക് ഇനി ക്ലാസ് ഗ്രൂപ്പിലൊക്കെ അല്ലെങ്കിൽ എവിടെയൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ എക്സ്പോർട്ട് പോകുന്നു. എക്സ്പോർട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായി അത് PDF ആയി വരുന്നു. ഞാൻ ഓപ്പൺ ഫയൽ ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പൊ അത് സോറി, ഇത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നുണ്ടാവുക. ഈ സാധനം ഈ രീതിയിലാണ് കിട്ടലുണ്ടാവുക. പിന്നെ മൊത്തത്തിലുള്ള വ്യൂ എന്ന നിലക്ക് നമുക്ക് കിട്ടുന്നു. ഇനി എന്താവുന്നു, ഇനി ഞാൻ നിങ്ങൾക്ക് എന്താവുന്നു ഈ ഇതിന്റെ പ്രോംപ്റ്റ് നേരത്തെ തന്നായിരുന്നല്ലോ അല്ലെ. ജസ്റ്റ് നിങ്ങളൊരു കാര്യം ചെയ്യോ, നിങ്ങൾ ചെയ്ത സംഗതി ഉണ്ടല്ലോ, നിങ്ങൾ നേരത്തെ ചെയ്ത സംഗതി ഒന്ന് ജസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ നോക്കൂ. ഞാൻ നിങ്ങളുടെ പിന്നെ വാട്സപ്പിലേക്ക് ഈ ഒരു പ്രോംപ്റ്റ് ജസ്റ്റ് ഒന്ന് അയക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാവോ നിങ്ങൾ? ഞാൻ ഇപ്പൊ തന്നെ അതിന്റെ പ്രോംപ്റ്റ് നിങ്ങൾക്ക് അയക്കുന്നുണ്ട്. ഈ ഞങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് ബാങ്ക് നിങ്ങൾക്ക് എന്തായാലും അയക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു പ്രോംപ്റ്റ് ഞാൻ ഇപ്പൊ അയക്കുകയാണ്. നിങ്ങൾ ഇപ്പം ചെയ്ത് വെച്ച മാർക്കും ഈ ഒരു ലിങ്ക് നിങ്ങൾ ആദ്യം കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത ശേഷം എന്ത് ചെയ്താൽ മതി, നേരെ പോയിട്ട് നിങ്ങളുടെ ജെമിനി പോകുന്നു. ജെമിനി പോയിട്ട് എന്താവുന്നു, എവിടെ നിങ്ങളുടെ ഗ്രൂപ്പ്, ജെമിനിയിലെ ക്യാൻവാസ് പോയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, ഞാൻ ബാച്ച് 1 അയച്ചിട്ടുണ്ട്. ഇനി ബാച്ച് 2ലേക്ക്, എവിടെ ബാച്ച് 2? ഓക്കെ, ബാച്ച് 2ലേക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ തന്നെ പോയിട്ട് നമ്മൾ നേരത്തെ ഇപ്പൊ ചെയ്തിട്ടുള്ള നിങ്ങളുടെ കൺസോൾട്ടേഷൻ മാർക്കിന്റെ ഒരു ഡാഷ്ബോർഡ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കും. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് ഇവിടെ ഷെയർ കാണാൻ പറ്റും. ഈ ഷെയറിൽ നിങ്ങൾ ഷെയർ കാണുന്നുണ്ടോ? ഷെയർ കാണുന്നുണ്ടോ മക്കളെ? ഈ ഷെയറിൽ ക്ലിക്ക് ചെയ്താൽ ലിങ്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ആ ലിങ്ക് ആണ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് കേട്ടോ. ആ ലിങ്ക് ആണ് നിങ്ങൾക്ക് ഇനി വിസിബിൾ ആയി കാണാൻ പറ്റുള്ളൂ. ഈ കോപ്പി ലിങ്ക് ചെയ്താലാണ് നിങ്ങൾക്ക് ആ ലിങ്ക് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ഒന്ന് എല്ലാവരും പെട്ടെന്ന് ചെയ്ത് നോക്കിയേ, കാണുന്നുണ്ടോ? നോക്കിയേ, എനിക്ക് കിട്ടിയ ലിങ്ക് നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർ ചെയ്യുമ്പോഴും വ്യത്യസ്തമായിട്ടായിരിക്കും കിട്ടുക കേട്ടോ. അത് പല രീതിയിലായിരിക്കും കിട്ടുക. എന്തായാലും ഓരോരുത്തർ വ്യത്യസ്തമായിരിക്കും. ഒന്ന് നോക്കുക, എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് പെട്ടെന്ന് അയക്കും. എല്ലാവരുടെയും ഒന്ന് കാണട്ടെ. സർ ഇപ്പൊ തന്നെ ഇതാണോ കോപ്പി ചെയ്തിട്ട് ജെമിനിയിൽ പേസ്റ്റ് ചെയ്യേണ്ടത്? 2 മിനിറ്റ് കൊണ്ട് തീരും. 2 മിനിറ്റ് കൊണ്ട് തീരാവുന്നേ ഉള്ളൂ. നമ്മളിപ്പോ നേരത്തെ ചെയ്ത മാർക്കില്ലേ, നിങ്ങൾ ഉൾപ്പെടുന്ന ആൾക്കാരുടെ പിന്നെ നിങ്ങൾ ഉൾപ്പെടുന്ന ആൾക്കാരുടെ ഒരു പിന്നെ മാർക്ക് ലിസ്റ്റ് ഇറക്കില്ലേ, അത് വെച്ചിട്ട് ജസ്റ്റ് എന്താക്കുന്നു നിങ്ങൾ പിന്നെ സർ ഒന്നുകൂടി ക്ലിയർ ആക്കി തരുമോ? ഓക്കെ, ഞാൻ നിങ്ങളിപ്പോ എന്താക്കിയിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ സർ ഇപ്പൊ തന്നെ ലാസ്റ്റ് ഒരു തന്നില്ലേ, അത് കോപ്പി ചെയ്തിട്ട് ജെമിനിയിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യാനാണോ? അതെ അത്ര അല്ലെ, പേസ്റ്റ് ചെയ്തിട്ട് അതില് ക്യാൻവാസ് ആണോ? അത് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നൊരു പറഞ്ഞുതരാം. നിങ്ങൾ ന്യൂ ചാറ്റ് പോകുന്നു, ടൂൾസ് എടുക്കുക. ടൂൾസ് ജെമിനി നേരിട്ട് പോരുത്. ടൂൾസ് പോയിട്ട് അവിടെ എന്തുണ്ട്, ക്യാൻവാസ് ഉണ്ട്. ക്യാൻവാസ്, ഓക്കെ, ക്യാൻവാസ് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു പിന്നെ ഈ പ്രോംപ്റ്റ് നിങ്ങൾ എന്താക്കണം, സോറി ഇതിന്റെയാണ് നേരത്തെ നമ്മൾ ചെയ്ത പ്രോംപ്റ്റ് ഉണ്ടല്ലോ, ഏത് നിങ്ങൾ വാട്സപ്പിൽ ഇപ്പൊ ഞാൻ പ്രോംപ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ പ്രോംപ്റ്റ് നിങ്ങൾ കൊണ്ടുപോയിടുന്നു. പ്ലസ് നമ്മുടെ ഞാൻ നേരത്തെ അയച്ച മാർക്കിന്റെ എൻ്റർ ചെയ്യാൻ അയച്ച ഗൂഗിൾ ഷീറ്റിന്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കും ഇതിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ ആണോ? ഇനി PDF ആക്കിയിട്ടുണ്ടെങ്കിൽ PDF ഇടാം, അല്ലെങ്കിൽ ആ ഗൂഗിൾ ഷീറ്റിന്റെ എന്താവാം
പിന്നെ ലിങ്ക് ഷെയർ ചെയ്യുന്നതും ആവാം. രണ്ടും വേണം. ആ മാർക്ക് കൺസോളിഡേറ്റ് ചെയ്ത ലിങ്കും ഷെയർ ചെയ്യണം, പ്ലസ് സർ ഇപ്പോ ഗൂഗിളിൽ പോയിട്ട് അല്ല ജെമിനിയിൽ അത് കോപ്പി ചെയ്ത ടൂളില് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടേ? ഇനി നമ്മൾ നേരത്തെ ഞാൻ ഒരു മാർക്ക് ലിസ്റ്റ് അയച്ചില്ലായിരുന്നു, മാർക്ക് എന്ത് ചെയ്യാൻ ലിങ്ക് അയച്ചില്ലായിരുന്നോ, ആ ലിങ്കും നിങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. രണ്ടും വേണം, മാർക്കും വേണം, പിന്നെ ഈ പ്രോംപ്റ്റും വേണം. മാർക്കിന്റെ പിന്നെ ലിങ്ക് ആവാം, അല്ലെങ്കിൽ PDF ആവാം, എന്തും ആവാം. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ലിങ്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ആ ലിങ്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ സർ, ആ രണ്ടും ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇനി ക്ലിക്ക് ചെയ്തോളൂ. വിത്തിൻ 2 ഹലോ minutes സർ, ആണ്. അതെ ക്ലിക്ക് ചെയ്തോളൂ. എന്താണ് സർ? ക്ലിക്ക് ചെയ്തോളൂ, എൻ്റർ അടിച്ചോളൂ. എൻ്റർ അടിച്ചോ? യെസ് സർ. എൻ്റർ അടിച്ചാൽ ഇപ്പൊ ലോഡ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പ്രോഗ്രസ് ഡാഷ്ബോർഡ് കൊണ്ട് കാണിക്കണം. ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കൂ. കയ്യില്ലേ? ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഓക്കെ, വരാം. എനിക്കായത് നിങ്ങൾ അയക്കുന്നുണ്ട്. ഓക്കെ, എനിക്കായ ഡാഷ്ബോർഡിന്റെ ഒരു സംഗതി നിങ്ങൾക്ക് അയക്കുന്നത് ജസ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, ഇനി എല്ലാവരും ജസ്റ്റ് ചെക്ക് ചെയ്ത ഞാൻ ജസ്റ്റ് ഒരു ബാച്ചിലേക്ക് അയച്ചിട്ടുണ്ട്, അടുത്ത ബാച്ചിലേക്ക് ഞാൻ അയക്കുന്നു. എന്തായാലും ഇത് നല്ല എഫക്റ്റീവായ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ ഷോ ചെയ്യാനൊക്കെ പറ്റും. പാരൻസിന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടത് മാർക്ക് ലിസ്റ്റിന്റെ കൺസോൾട്ടേഷൻ ഡാഷ്ബോർഡൊക്കെ ഷോ ചെയ്യാനൊക്കെ പറ്റും. ഞാൻ എന്തായാലും അതിന്റെ സംഗതി ഇതിലേക്ക് വന്നിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഒന്ന് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യലാന്ന് കണ്ടോട്ടെ. എക്സ്പോർട്ട് എക്സൽ എന്നുള്ള ഓപ്ഷൻ അതല്ല ചെയ്യേണ്ടത്. ഏറ്റവും ടോപ്പിൽ ഷെയറിന്റെ ലിങ്ക് ചിഹ്നം കാണില്ലേ? ഏറ്റവും ടോപ്പിൽ ഷെയർ ചിഹ്നം കാണില്ലേ? ആ ഷെയർ അടിക്കേണ്ടത്. ആ ഷെയർ ചെയ്യാം. ആ ഷെയർ ക്ലിക്ക് എക്സ്പോർട്ടിൽ പോണ്ട. എക്സ്പോർട്ടിൽ പോകേണ്ട ആവശ്യമില്ല. എക്സ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ അത് പിന്നെ ഇതായി മാറും. നിങ്ങളിപ്പോ മുകളിൽ പോയി കഴിഞ്ഞാൽ ഷെയർ അടിക്കുക. അടിച്ചോ? വാട്സാപ്പിൽ ഷെയർ ചെയ്യാം. തന്നെ താഴെ കോപ്പി ചെയ്യാനുള്ള അവസരമുണ്ട്, നിങ്ങൾക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ആരാണത്? ആബിദയാണോ? ഓക്കെ സർ, ഞാൻ അയച്ചിട്ടുണ്ട് ബാച്ച് 1. ഓക്കെ, താങ്ക് യു. നോക്കട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. അടിപൊളി, സൂപ്പർ. ആരവ് ശർമ്മ, ഇത് വേറെ ഏതോ ക്ലാസ് ആണല്ലോ, നമ്മളതല്ലേ? അറിയില്ല സർ, തന്നാൽ ലിങ്കാണ് കോപ്പി പേസ്റ്റ് ചെയ്തത്. ഓക്കെ, എന്തായാലും ഇത് വേറെ ആരൊക്കെയോ വന്നിട്ടുണ്ട്. എനിക്കും പിന്നെ സാധനം എന്തായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ അയച്ചത് വേറെ ആണെന്ന് സംശയമുണ്ട്. എനിവേ എന്തായാലും നല്ല അടിപൊളിയായിട്ട് സാധനം കിട്ടിയിട്ടുണ്ട്, ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിവേ ഇതാണ് ഒരു സംഗതി എന്നുള്ളതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സാധനം, നിങ്ങളൊക്കെ ടീച്ചേഴ്സ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു നിങ്ങളൊക്കെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പിന്നെ ഇൻസ്റ്റ വേണ്ട, ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു, നിങ്ങൾ ആസ് എ ടീച്ചർ എന്ന നിലക്ക് നമുക്ക് പിന്നെ ലിങ്ക്ഡിനിലേക്ക് നിങ്ങൾക്ക് ഒരു പ്രൊഫൈല് വേണം, നിങ്ങൾക്ക് ടീച്ചിങ് ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രൊഫൈൽ ആണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക, ആക്ച്വലി ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ആ സമയത്ത് പിന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിങ്ങളെ കുറിച്ചുള്ള വെബ്സൈറ്റ് നിങ്ങൾ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ആൾക്കാർക്ക് എന്താക്കാൻ പറ്റും, നോക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ജോലി തരാൻ പോകുന്ന ആൾക്കാർക്ക് ആ സംഗതി ഒന്ന് ഇയാൾ എന്താണെന്നുള്ള നമ്മൾ പോർട്ട്ഫോളിയോ എന്നൊക്കെ പറയും, അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള ഒരു വെബ്സൈറ്റ് എങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള സംഗതിയാണ് പറയാൻ പോണത്. ഓക്കെ, അപ്പൊ അത് ഞാൻ എന്താണ് ഈ ഒരു ഇതിൽ കാണിച്ചു തരാം. അതിന്റെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേരും മറ്റൊക്കെ മറിച്ച് നിങ്ങൾക്ക് എന്താക്കിയാൽ മതി, ഇത് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ഇത് കാണിക്കുന്നുണ്ട്, അതും കൂടെ കാണിച്ച് നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ ക്ലാസ്. അപ്പോൾ നിങ്ങളുടെ പേരിൽ ഒരു വെബ്സൈറ്റ് ആണ്, ഒഫീഷ്യൽ വെബ്സൈറ്റ്, നിങ്ങളെ കുറിച്ച് ഡാറ്റാസും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പൊ ആ വെബ്സൈറ്റ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾ എന്താക്കണം, നിങ്ങൾക്ക് എത്ര പേര്, ഞാൻ അന്ന് പറഞ്ഞ ലിങ്ക്ഡിനിൽ നിങ്ങളുടെ പേരിലൊരു ID വേണം. എത്ര പേര് ലിങ്ക്ഡിനിൽ നിങ്ങളുടെ പേര് ID ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്ന് നമ്മുടെ വാട്സപ്പ് പിന്നെ ഇതിൽ വന്നിട്ടൊന്ന് ലിങ്ക്ഡിനിൽ പിന്നെ ജോയിൻ അല്ലെങ്കിൽ എന്താണ് പിന്നെ നിങ്ങളുടെ
ID ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് പറഞ്ഞേ. ലിങ്ക്ഡിനിൽ വന്നവരുണ്ടെങ്കിൽ സാബിത വന്നിട്ടുണ്ട്. പിന്നെ ആൾക്കാര് നിങ്ങളെ കാത്ത് ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആക്ച്വലി. നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓഫർ തരാൻ വേണ്ടിയിട്ട് ഒത്തിരി ആളുകൾ ലിങ്ക്ഡിനിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. അപ്പൊ അതിനൊക്കെയാണ് ആക്ച്വലി ലിങ്ക്ഡിൻ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ അതിൽ നിങ്ങളിലേക്ക് എത്താവുന്ന നിങ്ങളുടെ ഇന്ന് നിങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ഇനി ഇപ്പൊ റഫാണ്, പിന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല പ്രോംപ്റ്റ് കൊടുത്ത് എന്തൊക്കെയാണ് വേണം നിങ്ങളുടെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളും CV പോലെയാണ് ഉണ്ടാവുക. അപ്പൊ നല്ലൊരു വെബ്സൈറ്റ് പോലെ നല്ല ഒരു അടിപൊളി ഒരു പ്രൊഫഷണൽ ലുക്കിലുള്ള ഒരു വെബ്സൈറ്റ് പോലെ നിങ്ങളെ കുറിച്ചുള്ള ക്ലിയർ ഡാറ്റ അതിലുണ്ടാവും. ആ ഡാറ്റ അതിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ആ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു. ആ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ ലിങ്ക്ഡിനിൽ കൊണ്ടുപോയി വെക്കുന്നു. ഇനി അതല്ല നിങ്ങൾ പിന്നെ വേറെ ഏതെങ്കിലും പ്രൊഫഷണൽ സംഭവം അല്ലെങ്കിൽ നിങ്ങൾ ഒഫീഷ്യൽ ആയിട്ടുള്ള നിങ്ങളൊരു പിന്നെ എന്താണ് ടീച്ചിങ് അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ ബേസ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ചാനൽസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, യൂട്യൂബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾ ആരാണെന്ന് കാണിക്കുന്ന ക്ലിയർ നിങ്ങളുടെ ഒരു പേഴ്സണൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് സിമ്പിൾ ആയിട്ട് വിത്തിൻ 2 സെക്കൻഡിൽ ഇതിലൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ 10,000 10 പോരാ 20, 30, 40 കൊടുത്തിട്ട് ഒരാൾക്കാർക്ക് നമ്മൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ കൊടുക്കണം. പക്ഷെ അതൊന്നുമില്ല. അത് സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഒരു വെബ്സൈറ്റ്, അത് പ്രോംപ്റ്റ് വലിയ ഘടകമാണ്. ഞാൻ അതിന്റെ ഒരു വലിയ ഗിഫ്റ്റ് നിങ്ങൾക്ക് ലാസ്റ്റ് നമ്മളെ ക്ലാസ് കഴിയുമ്പോഴേക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചർ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കും. എന്തായാലും നമുക്കത് എങ്ങനെയാണ് ആ ഒരു പിന്നെ ഇത് ഉണ്ടാക്കാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അതിന്റെ അതും കൂടെ കാണിച്ച് നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, എവിടെ ഇതിൽ ഞാനൊന്നുകൂടി ചെയ്തു തരാൻ ഉദ്ദേശിച്ച വേറെ ഒരുപാട് സാധനങ്ങൾ ഇതിലുണ്ട്. നമുക്ക് ഇതിൽ ഒരുപാട് സമയം പോയി. ഞാൻ ജസ്റ്റ് എന്താണ് ഇവിടെ ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഈ പിന്നെ ഞാൻ ചെയ്ത ഇത് ഒരു ഉദാഹരണം ഒരാളാട്ടത്, അനിൽകുമാർ എന്നുള്ള ഒരാളെ കൂട്ടിക്കോളൂ. അപ്പൊ നിങ്ങൾക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കാം, നിങ്ങൾ പേഴ്സണലി നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ നിങ്ങൾ ഇഷ്ടംപോലെ കൊടുക്കാം. ഞാൻ അനിൽകുമാർ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചുള്ള സാധനം ജസ്റ്റ് തയ്യാറാക്കുന്നു. നിങ്ങൾക്ക് മാറ്റാം, നിങ്ങൾക്ക് സുനിൽകുമാർ ആക്കാം അല്ലെങ്കിൽ ആബിദ ആക്കാം. നിങ്ങൾ എന്താണ് നിങ്ങളുടെ കരിയറിൽ എന്താണ് എങ്ങനെയൊക്കെയാണ് പാഷൻസ് ഒക്കെ സിമ്പിൾ ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ വീണ്ടും ജെമിനിയിലേക്ക് വരുന്നു. ജെമിനിക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു ജെമിനിയിൽ നേരെ പോകരുത്. ജെമിനിയിൽ പോയിട്ട് എന്താണ് അതിന്റെ ഓപ്ഷന്റെ പേരെന്തായിരുന്നു? ഓപ്ഷന്റെ പേരെന്തായിരുന്നു? ഓപ്ഷന്റെ ക്യാൻവാസ്. പേരെന്തായിരുന്നു? ക്യാൻവാസ്. ക്യാൻവാസ് പോകുന്നു. ഇങ്ങനത്തെ കുറെ സാധനങ്ങൾക്കൊക്കെ ക്യാൻവാസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഈ അഡ്വാൻസ് സാധനങ്ങൾക്ക് നേരെ പോകരുത്, നേരെ പോയാൽ കിട്ടില്ല. ടൂൾസിൽ പോകുന്നു, അവിടെ ക്യാൻവാസ് ഉണ്ട്. ഈ ക്യാൻവാസ് ആക്ച്വലി എന്തിലുണ്ട്? ChatGPT ഈ ക്യാൻവാസ് നമുക്ക് അവൈലബിൾ ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ടായാലും ഇതിൽ നമുക്ക് ഈ ക്യാൻവാസ് അവൈലബിൾ. കണ്ടുണ്ടോ? കണ്ടുണ്ടോ? നോ. ഇവിടെ ഇപ്പം കണ്ടോ? യെസ് സർ. ChatGPT ഈ ക്യാൻവാസ് ഉണ്ട്. ഇതൊക്കെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് സാധനം നമുക്ക് കിട്ടാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ ക്യാൻവാസ് എന്ന സാധനം. ഓക്കെ, ഒന്നുകൂടി ChatGPTയുടെ ഇതിൽ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. ജസ്റ്റ് ഞാൻ ക്യാൻവാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാനത് അയാളുടെ കണ്ടന്റ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയ ഉണ്ടാക്കട്ടോ. ഞാൻ എൻ്റെ കൊടുക്കുന്നു. യെസ്, അതാ അത് കോഡിങ്ങിലാണ്. കോഡിങ് കഴിഞ്ഞാൽ പിന്നെ അത് ഇപ്പൊ നമുക്ക് ഇവിടെ അവൈലബിൾ ആയി കാണും. ഒന്ന് ലോഡ് ആയിക്കോട്ടെ. ലോഡ് ആയിട്ട് സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്താവും, ഞാൻ നേരത്തെ ചെയ്തു ആയിട്ടുണ്ട്. റെഡി 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 റെഡി. നേരത്തെ ഒന്ന് കൊടുത്തപ്പോൾ ആയില്ല. ഡോക്ടർ അനിൽകുമാറിന്റെ പേഴ്സണൽ വെബ്സൈറ്റ് ആണത്. ഇനി നമുക്ക് നമ്മുടെ പേരിലൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, നീല വേണം ഞാൻ കൊടുത്തതുകൊണ്ടാണ് ഇപ്പോഴിത് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് സാധനം ഫോട്ടോ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മളെ കുറിച്ച്. ഇത് CV പോലെ കിടക്കുകയാണത്. CV പോലെ ഒഫീഷ്യലി നമ്മുടെ ഇതിപ്പോ നമുക്ക് ഇതിലൊന്നും നമുക്ക് ക്ലിക്ക് ചെയ്താൽ പറ്റില്ല. ഞാൻ അതിന്റെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് എന്താക്കുന്നു, എങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ജസ്റ്റ് ഷെയർ ചെയ്യുന്നു. ഇവിടെ ലിങ്ക് വരും. ഷെയർ ചെയ്യാനായിട്ടില്ല, ലിങ്ക് വന്നോട്ടെ. യെസ്, ലിങ്ക് വന്നിട്ടുണ്ട്. കോപ്പി ചെയ്യുന്നു. ഞാൻ എന്താക്കുന്നു, അത് പിന്നെ ചെയ്യുന്നു. നോക്കാം, വെബ്സൈറ്റ് ഓപ്പൺ ആകുമ്പോഴാണ്. സുനിൽകുമാറാണ്. നമുക്ക് ആബിദയോ അല്ലെങ്കിൽ ഷിഫ്നയോ സഫയോ അല്ലെങ്കിൽ ജംഷിയോ അല്ലെങ്കിൽ സോനിയൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടില്ല, അടിപൊളിയായിട്ടുള്ള സംഭവം വന്നു കഴിഞ്ഞു. നമ്മളെ പേഴ്സണൽ എബൌട്ട് നമ്മളെ പേഴ്സണലിനെ കുറിച്ചുള്ള സാധനം ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മുടെ സ്കിൽസ് ഉണ്ട്, കോണ്ടാക്ട് ഉണ്ട്, എല്ലാം വന്നു കഴിഞ്ഞു. ഓക്കെ, ഇതാണ് സംഗതി. അപ്പൊ നമ്മളെ കുറിച്ചുള്ള ക്ലിയർ സാധനം പിക്ചർ, ഒരു എന്താണ് ഒരു വെബ്സൈറ്റ് സംഗതി. ഇതൊന്നും നമ്മള് വേറെ ഒരു പിന്നെ എന്താണ് ഓക്സ് എന്ന സംഭവം ഉണ്ട്. പിന്നെ എന്താണ് വേറെ വേർഡ് പ്രസ് സംഭവം ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ കുറെ സംഭവം ഉണ്ട്. അതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നല്ല ക്ലിയർ കട്ട് ഇത് പ്രോംപ്റ്റ് ഇങ്ങനെ ആയതുകൊണ്ടാണ്. നിങ്ങളെ പ്രോംപ്റ്റ് എന്ത് വേണോ എന്നുള്ളത് നിങ്ങൾ കൊടുക്കുക. ഇപ്പൊ CV യുടെ സാധനം പോലെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ്,
ഓക്കെ. പിന്നെ കീ സ്കിൽസ്, സർട്ടിഫിക്കേഷൻസ്, നിങ്ങളെ CV-യിൽ വേണ്ട സാധനങ്ങളെ കുറിച്ച് നല്ലൊരു സംഗതി നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് ഇതിൽ കൊടുത്താൽ മതി. ഇല്ലേ? നിങ്ങളെ കുറിച്ചുള്ള അവർക്ക് പിന്നെ ഈ നിങ്ങളെ ഇമെയിലേക്ക് മെസ്സേജ് നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നിങ്ങളെ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അവർ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നേരെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, അതിലേക്ക് എത്തും. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ നമ്പർ ഒന്നും ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ എത്തും. ഞാൻ നേരത്തെ ചെയ്ത് വെച്ച എന്റെ സംഭവം ഉണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ചെയ്തു വെച്ച ഒരു സംഗതിയുടെ ഒരു ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, 1 മിനിറ്റ്. അപ്പൊ അത് ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് എന്താകുന്നുണ്ടായിരുന്നു, നേരത്തെ എന്റെ ചെയ്തപ്പോഴ് ഒന്നൊരു അയ്യോ ഓക്കെ, എന്റെ തുറന്നപ്പോ വന്ന ഒരു സംഗതിയായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതില് പിന്നെ ഞാൻ നമ്പർ കൃത്യമായി കൊടുത്തതുകൊണ്ട് ഇതൊക്കെ ഞാൻ ജസ്റ്റ് ചെയ്തതായിരുന്നു. എന്നാൽ പോലും ഇത് ഞാൻ ഷെയർ ചെയ്യുന്നു. ഇത് ലിങ്ക് ചെയ്യുന്നു. ജസ്റ്റ് ഞാൻ ഇതെങ്ങനെ ഇതിലേക്ക് നേരെ എത്തുമെന്ന് കാണിച്ചു തരാൻ പോട്ടോ. ഓക്കെ. അവർക്ക് നേരിട്ട് നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ പിന്നെ ഇതിലേക്കൊക്കെ ഡയറക്റ്റ് ആയിട്ട് എത്തുന്ന രീതിയൊക്കെ ഇതിലുണ്ടെന്നാ പറഞ്ഞിരുന്നത്. ഇത് കോപ്പി ചെയ്തിട്ട് എന്താക്കേണ്ട ആവശ്യമില്ല, നമ്പറും കാര്യങ്ങളൊന്നും കോപ്പി ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ. ഓക്കെ, കണ്ടില്ലേ? ഇത് നെക്കിയ നേരെ നമ്പറിലേക്ക് പോകും. ഇത് നെക്കിക്കഴിഞ്ഞാൽ നേരെ മെയിലേക്ക് പോകും. ഓക്കെ. ഇനി പോവും, നേരെ മെയിലേക്ക് പോവാണത്. ഇനി എന്താണ്, സോറി. ഓക്കെ. അപ്പൊ അതാണ് ഇതിന്റെ സിസ്റ്റം. ഇത് എന്തായാലും നിങ്ങൾക്ക് ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് തരാൻ നമ്മുടെ ക്ലാസ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു വലിയൊരു ഗിഫ്റ്റ് ആണത്. തീർച്ചയായിട്ടും ഞാൻ ഇതിൽ ഏത് പ്രോംപ്റ്റ് കൊടുത്തും നല്ല രസമായിട്ട് കിട്ടും, നല്ല അടിപൊളിയായി കിട്ടും. ബാഡ് പ്രോംപ്റ്റ് എന്താണ്, ഗ്രേറ്റ് പ്രോംപ്റ്റ് എന്താണെന്നൊക്കെ ക്ലിയർ ആയിട്ട് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു പിന്നെ എന്താ പ്രോംപ്റ്റ് ബുക്കാണത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും നല്ല ക്ലിയർ ആയിട്ടൊന്ന് ഒഴിഞ്ഞ് വായിക്കാൻ നോക്കുക, മനസ്സിലാക്കുക. അപ്പൊ ഇതിൽ എങ്ങനെ നല്ല എങ്ങനെയൊക്കെ കൊടുത്താൽ നമുക്ക് നമ്മുടെ പിന്നെ ഔട്ട്പുട്ട് നന്നായി കിട്ടും, നമുക്ക് ഈ ഉദ്ദേശിച്ച പോലെ കിട്ടാത്ത ബാഡ് പ്രോംപ്റ്റ് എങ്ങനെയാണെന്നൊക്കെ ഇതിൽ ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറെ ഉണ്ട്, ലെസൺ പ്ലാനിങ് ഉണ്ട്, അങ്ങനത്തെ പല സാധനങ്ങളുണ്ട്. എന്നാൽ പോലും ഇതിൽ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ ഓരോന്നും ചെയ്ത് നോക്കുക, അതിന്റെ ഔട്ട്പുട്ട് എന്താന്നുള്ളത് നോക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംഗതികൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി കിട്ടും. പിന്നെ ഈ ഒരു പിന്നെ ഫ്ലാഷ് കാർഡ് സംഭവം അടിപൊളി സംഭവമാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് കാർഡ് ഒക്കെ ജസ്റ്റ് ചെയ്ത് നോക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഹിന്ദി ചെയ്ത് വെച്ചാണ്. പിന്നെ ഈ മലയാളം വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം, അറബി ടീച്ചേഴ്സ് ഉപയോഗപ്പെടുത്താം, ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഉപയോഗപ്പെടുത്താം. അങ്ങനെ ലാംഗ്വേജ് ടീച്ചേഴ്സിന് ഫ്ലാഷ് കാർഡ് ഭയങ്കര അടിപൊളി സംഭവമാണ്. നമുക്ക് പ്രൊനൗൺസിയേഷൻ കിട്ടും, ഒരു വേർഡുകൾ ഉണ്ട്, ആ വേർഡുകളൊക്കെ വെച്ചിട്ട് നല്ല രസകരമായിട്ട് നമുക്കത് ക്ലാസ്സിലൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഓക്കെ. പിന്നെ ഞാൻ ഡാഷ്ബോർഡ് പറഞ്ഞല്ലോ, കൺസോൾട്ടേഷൻ മൊത്തം അസസ്മെന്റ് ലിസ്റ്റ് ഒക്കെ ഷോ ചെയ്യാനൊക്കെ നല്ല അടിപൊളി സംവിധാനമാണ്. പിന്നെ നമുക്ക് പേഴ്സണൽ നമ്മുടെ ഇതുണ്ടാക്കുക. പിന്നെ ഒരു പ്രോംപ്റ്റ് ബാങ്ക് ആണ്, ഒരു വിശാലമായിട്ട് ഇതൊക്കെ ഓരോന്നോരോന്ന് ഡിഫറെന്റ് സംഭവം കേട്ടോ. ഇതെല്ലാം ഒന്നല്ല, ഡിഫറെന്റ് സംഭവങ്ങളാണ്. പിന്നെ ഇതിൽ തന്നെ എന്താണ്, ഇതിൽ വേറെ സംഭവമുണ്ട്, അസസ്മെന്റ് ആൻഡ് ഫീഡ്ബാക്ക് ഉണ്ട്. ഇപ്പൊ നമുക്ക് ക്ലാസ്സിൽ ഓരോ കുട്ടികളെ എസ് കൊടുത്തു നമ്മൾ. അപ്പൊ ആ കുട്ടിയുടെ എസ് എന്താണ് മെയിൻ പിന്നെ സ്ട്രെങ്ത് എന്താണ്, വീക്ക് പോയിന്റ് എന്താണ്, കുട്ടിക്ക് എത്ര മാർക്ക് നമുക്ക് കൊടുക്കാം, എത്ര ഗ്രേഡ് കൊടുക്കാം, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ആക്ച്വലി ക്യാൻവാസിൽ പോയി ചെയ്യണം. നേരെ ഡയറക്റ്റ് പിന്നെ ChatGPT-യോടോ ഗെമിനിയോടോ നേരിട്ട് പോയി ചോദിക്കുക. ഇത് ക്യാൻവാസിൽ പോയിട്ട് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിന്റെ കുട്ടിയുടെ പിന്നെ സ്ട്രെങ്ത് എന്താണ്, കുട്ടിയുടെ ഈ എഴുതിയപ്പോൾ പിന്നെ ഈ യിലെ കുട്ടിയുടെ പിന്നെ ഇനി എന്തൊക്കെ കവർ ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട്, കുട്ടിക്ക് വീക്ക് ആയിട്ടുള്ള ഏരിയ എന്താണ് എന്നൊക്കെ ക്ലിയർ ആയിട്ട് അസസ്മെന്റ് ചെയ്ത് ഇങ്ങനെ തരും. അതിന് നമുക്ക് 20-ൽ എത്ര മാർക്ക് കൊടുക്കാം, അതൊക്കെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് തരുന്ന സംഭവമാണ് അസസ്മെന്റ് ആൻഡ് ഫീഡ്ബാക്കിന്റെ ഒരു പ്രോംപ്റ്റുകൾ. നോക്കുക നിങ്ങൾ, ഇതൊക്കെ ഒരുപാട് ഒത്തിരി സംഭവങ്ങളുണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതൊക്കെ ഫ്രീ ആയി, ഇതൊന്നും ആരും ഫ്രീ ആയി കൊടുക്കില്ല ആക്ച്വലി. ഇത് എനിക്ക് ഫ്രീ ആയി, എനിക്ക് പിന്നെ പെയ്ഡ് ആയിട്ട് ഒരു സാധനം കിട്ടിയതാണ്. അപ്പോൾ ആ സാധനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. എന്തായാലും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. പുതുകാല ടീച്ചേഴ്സ് ആണ്, അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ AI ആണെങ്കിലും ടെക്നിക്കലി ആണെങ്കിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മാത്രമേ ഏതൊരു ഫീൽഡിൽ നിൽക്കുള്ളൂ, പ്രത്യേകിച്ചും ടീച്ചിങ് ഫീൽഡിൽ. ടീച്ചേഴ്സിനൊന്നും ആവശ്യമില്ലാതെ AI-നൊക്കെ ടീച്ചേഴ്സ് ആകുന്ന കാലമാണ്. നമ്മൾ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റ് ആയി പോകും. ടെക്സ്റ്റ് ബുക്ക് മാത്രം മുന്നോട്ട് ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ സാറെന്ന് പറഞ്ഞിട്ട് എന്താക്കും, ഒഴിവാക്കി വിടും. അവിടെ മുന്നിൽ പിടിച്ചേക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്ട്രാ IT അല്ലെങ്കിൽ AI ടൂൾസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കരകയറാം, മുന്നോട്ട് പോവാം. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും.
അടിപൊളിയായിട്ട് പിന്നെ മുന്നോട്ട് ഒരുപാട് പിന്നെ ടെക്നിക്കൽ സംവിധാനങ്ങളും മറ്റൊക്കെ ഉപയോഗപ്പെടുത്തി ക്ലാസ് റൂംസ് ഒക്കെ പിന്നെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധ്യമാവട്ടെ. നമ്മുടെ സമയം അല്പം ഒരു 10-20 മിനിറ്റ് എക്സ്ട്രാ കൂടിയിട്ടുണ്ട്. പറഞ്ഞപ്പെട്ട മൊഡ്യൂളിൽ കുറെ ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും ഇന്ന് പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടെ പിന്നെന്താണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലും ഓർമ്മയിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ AI ക്ലാസ്സിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം സാറ് അവസാനം പറഞ്ഞതുപോലെ ഒരു ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ടെക്നിക്കലി നല്ല സ്കിൽഡ് ആവുക, ഏബിൾ ആവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 10 സെഷൻസാണ് നമ്മൾ ഈ ടീച്ച് ആൻഡ് ടച്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തന്നത്. അത് തന്നെ എല്ലാത്തിൻ്റെയും ഒരു വാതിൽ തുറന്നിട്ട് തരികയാണ് ചെയ്യുന്നത്. ഓരോന്ന് പോകുന്നതിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മളൊരു ഒരു ഒരു കീ നിങ്ങൾക്ക് തരികയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ ടൈമും ഒക്കെ അനുസരിച്ച് നിങ്ങൾ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യാം. വ്യത്യസ്തമായ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിലൊക്കെ ആയിട്ട് ഒരുപാട് ട്യൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നോക്കാം. അതിൽ നമ്മൾ നന്നായിട്ട് അപ്സ്കിൽ ചെയ്യാം. നല്ല ടെക്നിക്കലി ഏബിൾ ആയ ഒരു ടീച്ചറിന് ഒരു സ്കൂളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ടെക്നിക്കലി ഫിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ സ്കൂളുകളിൽ കാത്തു വെക്കുന്നുണ്ട്. അപ്പോൾ സുഹൈൽ സാറിനും എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു നന്ദി പറയാണ്. നമ്മൾ 10 സെഷനും സാറിനെ തന്നെ ഏൽപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഓരോ മൊഡ്യൂളും ഒരു മൊഡ്യൂളിൽ തന്നെ 2-3 ആൾക്കാർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മൊഡ്യൂൾ മൊത്തം സുഹൈൽ സാറിനെ ഏൽപ്പിച്ചത് സുഹൈൽ സാറിന് അതിനുള്ള കഴിവും സാറിനുള്ള വിശ്വാസവും കൊണ്ടാണ്. അപ്പോൾ അതിനും ഞങ്ങളുടെ സോറ പ്ലസിൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വ്യക്തിപരമായ നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ നമുക്ക് സാറിനെ ഇതിലേക്ക് സഹകരിപ്പിക്കാൻ കഴിയുന്ന സമയത്ത് സാറിനെ ഇനിയും നമുക്ക് വീണ്ടും സഹകരിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് അഡീഷണൽ ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് സാറിനെ ഒരു പേയ്മെൻറ്റ് കൊടുത്തിട്ടൊക്കെ നമുക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യാം. ഓക്കെ എന്നാലും ഇൻഷാ അല്ലാഹ്. താങ്ക് യു സുഹൈൽ സാർ. താങ്ക് യു വെരി മച്ച്.